അതുകൊണ്ട് എന്നും ദൈവവചനത്തിനായിരിക്കണം നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. എന്റെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്റെ ശുശ്രൂഷയിൽ നിങ്ങൾ വായിച്ചിട്ടില്ലയോ, തിരുവെഴുത്തുകൾ വായിച്ചിട്ടില്ലയോ, തിരുവെഴുത്ത് അങ്ങനെ പറയുന്നില്ലയോ, ആവർത്തിച്ച് പറയുന്നതാണ്. തിരുവെഴുത്തുകൾ തിരുവെഴുത്തുകൾ തിരുവെഴുത്തുകൾ. അപ്പോസ്തലന്മാർ ശുശ്രൂഷിച്ചപ്പോൾ അവർ പറഞ്ഞിരുന്നത് തിരുവെഴുത്തുകൾ 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 എന്നാണ് പറഞ്ഞിരുന്നത്. സ്തോത്രം. ദൈവത്തിന്റെ വചനമാണ് നമുക്ക് അടിസ്ഥാനവും ആധാരവുമായിരിക്കുന്നത്. വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതം ക്രമീകരിക്കുവാൻ നമ്മൾ ഉത്സാഹിക്കണം. അതുകൊണ്ട് വചനത്തെ രണ്ടാം സ്ഥാനത്തേക്ക് മാറ്റരുത്. വചനം പൂർണ്ണമാണ്. സ്തോത്രം. വചനത്തിന് പുറത്ത് ഒരനുഭവവുമില്ല. സ്തോത്രം. എന്തെങ്കിലും അനുഭവം വചനത്തിന് പുറത്തുള്ളതായാൽ നമ്മൾ അതിനെ അംഗീകരിക്കുവാൻ വചനം നമ്മെ അനുവദിക്കുന്നില്ല. സ്തോത്രം. കാരണം ഇത് പൂർണ്ണമാണ്. ഇത് ആശയം നിങ്ങൾക്ക് വ്യക്തമായി ഉള്ളിൽ ഉൾക്കൊള്ളുവാനായിട്ട് സ്തോത്രം ഞാൻ ഒരു വിശദീകരണം പോലെ, ഒരു ഉദാഹരണം പോലെ ഒരു വിശദീകരണം ഞങ്ങളോട് പറയാം. നിങ്ങളുടെ കൂടെ വന്നാട്ടെ. സ്തോത്രം. പ്രിയമുള്ളവരെ, ദൈവവചനത്തെ കുറിച്ച് ദൈവവചനം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മറക്കരുത്. സ്തോത്രം. ദൈവവചനത്തെ കുറിച്ച് തന്നെ ദൈവവചനം പറഞ്ഞിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം മക്കൾക്ക് മനപ്പാഠം അറിയാം. എടുത്തു വായിക്കാൻ നേരം പോകും. ഞാൻ പറയാം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. സ്തോത്രം. വചനം ദൈവമായിരുന്നു. താഴോട്ട് വായിക്കുമ്പോൾ ദൈവമായ വചനം, സ്തോത്രം, ജഡത്തിൽ വെളിപ്പെട്ടു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു. അവന്റെ തേജസ് പിതാവിൽ നിന്നുള്ള ഏകജാതനായവന്റെ തേജസ്സായി ഞങ്ങൾ കണ്ടു. അപ്പോൾ വചനം ജഡമായവനാണ് യേശുക്രിസ്തു. വചനം ജഡമായവനാണ് യേശുക്രിസ്തു. അർത്ഥാൽ വചനത്തിൽ ദൈവത്തെക്കുറിച്ച് എന്തൊക്കെ വെളിപ്പാടുകൾ നൽകിയിട്ടുണ്ടോ ആ വെളിപ്പാടുകളെല്ലാം ആളത്വമായി വെളിപ്പെട്ടിരിക്കുന്നവനാണ് കർത്താവ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തെ കുറിച്ച് വചനത്തിൽ എന്തൊക്കെ വെളിപ്പാടുകൾ തന്നിട്ടുണ്ടോ ആ വെളിപ്പാടുകളെല്ലാം യേശുക്രിസ്തുവിൽ നോക്കിയാൽ നമുക്ക് കാണാം. ഹല്ലേലൂയ. നോക്കണേ. അപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് നമുക്കറിയാവുന്ന, നാം അംഗീകരിക്കുന്ന, നാം ഏറ്റുപറയുന്ന വലിയ സത്യം, യേശുക്രിസ്തു ദൈവത്തിന്റെ പൂർണ്ണമായ വെളിപ്പാടാണ്. മനസ്സിലായല്ലോ? സ്തോത്രം. യേശുക്രിസ്തു ദൈവത്തിന്റെ പൂർണ്ണ വെളിപ്പാടാണ്. സ്തോത്രം. ദൈവത്തിന്റെ പൂർണ്ണ വെളിപ്പാടായ യേശുക്രിസ്തുവിൽ കാണുന്ന മുഴുവൻ വെളിപ്പാടുകളും വചനത്തിൽ എഴുതിയിട്ടുണ്ട്. മനസ്സിലായല്ലോ? സ്തോത്രം. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, വചനം ദൈവത്തിന്റെ ശ്രവ്യമായ വെളിപ്പാടും കേൾക്കത്തക്ക വെളിപ്പാടും, യേശുക്രിസ്തു ദൈവത്തിന്റെ കാണത്തക്ക വെളിപ്പാടുമാണ്. സ്തോത്രം. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ വിസിബിൾ manifestation of the invisible God, and the word of God is the audible manifestation of the invisible God. സ്തോത്രം. ഒന്ന് കേൾക്കത്തക്ക വെളിപ്പാടും മറ്റത് കാണത്തക്ക വെളിപ്പാടുമാണ്. സ്തോത്രം. നോക്കണേ. അപ്പോൾ ഒന്ന് പൂർണ്ണമെങ്കിൽ മറ്റതും മനസ്സിലായല്ലോ? സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തു ദൈവത്തിന്റെ പൂർണ്ണ വെളിപ്പാടെങ്കിൽ വചനവും ദൈവത്തിന്റെ പൂർണ്ണ വെളിപ്പാടാണെന്നുള്ളത്, സ്തോത്രം, വളരെ വ്യക്തമായിരിക്കുന്നു. യേശുക്രിസ്തുവിൽ കാണുന്ന മുഴുവൻ ദൈവ വെളിപ്പാടും വചനത്തിൽ വിവരിക്കപ്പെട്ടിട്ടുണ്ട്. വചനത്തിൽ വിവരിക്കപ്പെട്ടിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും യേശുക്രിസ്തു വെളിപ്പെട്ടിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നോക്കണേ. ഇത് രണ്ടും പൂർണ്ണ വെളിപ്പാടാണ്. അപ്പോൾ വചനം അപൂർണമാണെന്നോ വചനത്തിന് പുറത്ത് എന്തെങ്കിലും ദൈവ വെളിപ്പാടുണ്ടെന്നോ ആരെങ്കിലും പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് പൂർണ്ണമല്ലെന്ന് വരും. വ്യക്തമായോ? ഹല്ലേലൂയ. നോക്കണേ. വചനം ജഡമായവനാണ് യേശു. സ്തോത്രം. യേശുവിൽ കാണുന്ന മുഴുവൻ വെളിപ്പാട് വചനത്തിലുണ്ട്. അപ്പോൾ ആരെങ്കിലും പറയാതിരിക്കട്ടെ, വചനത്തിന് പുറത്തൊരു വെളിപ്പാട് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ വെളിപ്പാട് ആരിലില്ല? യേശുവിലില്ല. സ്തോത്രം.
അപ്പോൾ യേശുവിലെ വെളിപ്പാട് ബാക്കി നിങ്ങൾ പറയാമോ? പൂർണ്ണമല്ലെന്ന് വരും. മനസ്സിലായോ? ഓ, യേശു ക്രിസ്തുവിന്റെ പൂർണ്ണത നിഷേധിക്കുന്നവൻ ക്രിസ്ത്യാനിയല്ല, അവൻ ദൈവവേദനല്ല. സ്തോത്രം. അവൻ അടിസ്ഥാനമില്ലാത്തവനാണ്. വചനം പൂർണ്ണമല്ലെന്നും വചനത്തിന് പുറത്ത് വെളിപ്പാടുണ്ടെന്നും ആരെങ്കിലും പറഞ്ഞാൽ സ്തോത്രം, അവരോട് സംസർഗം വരുത്. സ്നേഹബുദ്ധിയാ തിരുത്തി കൊടുക്കുവാൻ നമ്മൾ ഉത്സാഹിക്കണം. വ്യക്തമായി ഞാൻ വിശ്വസിക്കട്ടെ, ദൈവവചനം പൂർണ്ണമാണ്, പൂർണ്ണതയുള്ള ദൈവവചനം. സ്തോത്രം. അതുകൊണ്ട് വചനത്തിന് പുറത്ത് നിങ്ങൾക്കൊരു അനുഭവമുണ്ട്. വചനത്തിന് പുറത്ത് എനിക്കൊരു അനുഭവമുണ്ട്, അത് ദൈവികമാണ് എന്ന് പറഞ്ഞാൽ കേൾക്കുന്നുണ്ടോ? സമ്മതിക്കണ്ട. വചനത്തിന് പുറത്തുള്ള അനുഭവം എന്നല്ല ദൈവികം അല്ല. വ്യക്തമായോ സഹോദരങ്ങളെ? വചനത്തെ സംബന്ധിച്ച് നല്ല ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. വചനം പൂർണ്ണമാണ്, വചനത്തിന് പുറത്തൊരു വെളിപ്പാടില്ല. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ പൂർണ്ണമായ ദൈവവചനം, തികവുള്ള ദൈവവചനം നമ്മുടെ ജീവിതത്തിന് അടിസ്ഥാനവും ആധാരവുമായിരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം, കാര്യങ്ങളെ വിലയിരുത്തി വിവേചിച്ച് പരിജ്ഞാനത്തോടെ മനസ്സിലാക്കുവാൻ വചനത്തെക്കുറിച്ചുള്ള തികഞ്ഞ ഉൾബോധവും വെളിപ്പാടും നമുക്ക് ഉണ്ടായിരിക്കണം. വചന പഠനത്തെ രണ്ടാം സ്ഥാനത്തേക്ക് കാണുന്ന യാതൊരു ചിന്താഗതിയോടും ഒരു ദൈവവൈതൽ യോജിക്കുവാൻ പാടില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കി വിശ്വസിക്കുന്നു. പെന്തക്കോസ്ത് വിശ്വാസത്തിൽ വചനത്തിനകത്തുള്ള വിശ്വാസ പ്രമാണങ്ങളേ ഉള്ളൂ, വിശ്വാസമേ ഉള്ളൂ. നമ്മുടെ അനുഭവങ്ങളെല്ലാം അന്യഭാഷാ ഭാഷണവും കൃപാവരങ്ങളും ഇതെല്ലാം വചനത്തിനകത്തുള്ള വെളിപ്പാടുകളാണ്, വചനത്തിനകത്തുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് നാം ഇതെല്ലാം സ്തോത്രം അനുഭവിക്കുകയും പിൻപറ്റുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത്. അതിന് പുറത്തോട്ട് പോയാൽ പറഞ്ഞത് വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് വചന പഠനം ഗൗരവമായി എടുത്തുകൊള്ളണം, തെറ്റിപ്പോകാൻ ഒരിക്കലും ഇടവരരുത്. സ്തോത്രം. അതുകൊണ്ട് ഈ വിഷയത്തിലേക്കും ഇത് വചനത്തിന് പുറത്തേക്ക് ഈ വിഷയ സംബന്ധമായ ഒത്തിരി കാര്യങ്ങൾ പോകുന്നത് നമ്മുടെ ഇടയിൽ വളരെ ശക്തിയെ പ്രചരിക്കുന്നുണ്ട്. സ്തോത്രം. നാം അതിനെക്കുറിച്ച് ബോധവാന്മാരാകണം. ആട്ടെ, ഈ വിഷയത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. സ്തോത്രം. മരണം മനുഷ്യന്റെ ഏറ്റവും ഭയപ്പെടുന്ന അനുഭവമാണ്, ഏറ്റവും ഭയപ്പെടുന്ന പ്രശ്നമാണ്. ഏത്? മരണം. സ്തോത്രം. യേശു ക്രിസ്തുവിൽ നാം പ്രാപിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം രോഗസൗഖ്യമല്ല. കേൾക്കുന്നുണ്ടോ? യേശു ക്രിസ്തുവിൽ നാം പ്രാപിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഭൂതബാധയിൽ നിന്നുള്ള വിടുതലല്ല. യേശു ക്രിസ്തുവിൽ നാം പ്രാപിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം സുഖകരവും അനുഗ്രഹകരവുമായ ഭൗമിക ജീവിതമോ ഐശ്വര്യ സമ്പൽ സമൃദ്ധമായ ഭൗമിക ജീവിതമോ അല്ല. യേശു ക്രിസ്തുവിൽ നാം പ്രാപിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം നിത്യജീവനാണ്. നിത്യജീവൻ. നമ്മൾ പലപ്പോഴും യേശു ക്രിസ്തു നമ്മൾ പ്രാപിക്കുന്ന വിടുതലിനെ കുറിച്ചും അനുഗ്രഹങ്ങളെ കുറിച്ചും വാചാലമായി സംസാരിക്കാറുണ്ട്. എന്നാൽ യേശു ക്രിസ്തുവിൽ നാം പ്രാപിക്കുന്ന വിടുതലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ദൈവവചനത്തിൽ കാണും. നമ്മൾ ചിലപ്പോൾ അങ്ങ് ഓവർലുക്ക് ചെയ്തു പോകും, നമ്മൾ ശ്രദ്ധിക്കാതെ പോകും. അങ്ങനെ വരരുത്. അതൊന്ന് ആദ്യം ഞാൻ വായിച്ച് തുടങ്ങിക്കോട്ടെ. എബ്രായ ലേഖനം 2-ാമത്തെ അധ്യായം 14-15 വാക്യങ്ങളൊന്ന് വായിച്ചാൽ നമുക്കതിൽ ഉറപ്പും സന്തോഷവുമാണല്ലോ. എബ്രായ ലേഖനം 2-ാമത്തെ അധ്യായം 14-15 വാക്യങ്ങൾ വായിച്ചാൽ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകമുണ്ട്, അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. വളരെ നന്ദി. സ്തോത്രം. കർത്താവ് നമുക്ക് തന്നെ ഏറ്റവും വലിയ വിടുതലിനെ കുറിച്ച് പറയാം. എന്താ വിടുതൽ? ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരൊക്കെയും എന്ത് ചെയ്തു? വിടുവിച്ചു. സ്തോത്രം. യേശുക്രിസ്തു നമുക്ക് ലഭിക്കുന്ന വിടുതൽ മരണഭീതിയിൽ നിന്നുള്ള ഒരു വിടുതലാണ്. എല്ലാവരും കൂടെ ഉണ്ടോ? പറഞ്ഞാൽ അധികം പറ്റായി പോയോ എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കും. അല്ല. സ്തോത്രം. ഇവിടെ നമ്മൾ വായിക്കുന്നു, മക്കൾ ജഡരക്തങ്ങളോടുകൂടിയവരാകൊണ്ട് കർത്താവും അവരെ പോലെ.
മനുഷ്യ മക്കളെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. സ്തോത്രം. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. യേശുക്രിസ്തു നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ വിടുതൽ ഭൂതബാധയുള്ള വിടുതലോ രോഗത്തുള്ള വിടുതലോ അല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഏതാണ്? മരണഭീതിയിൽ നിന്നും മരണത്തിന്റെ അധികാരത്തിൽ നിന്നുള്ള വിടുതൽ. സ്തോത്രം. നിത്യജീവനിലേക്കുള്ള പ്രവേശനമാണ് യേശുക്രിസ്തു നമുക്ക് ലഭിക്കുന്നത്. സ്തോത്രം. ഈ വിഷയം പഠിക്കുന്നത് മരണഭീതിയിൽ നിന്നുള്ള വിടുതൽ പ്രാപിക്കുവാൻ ഉപാധിയാകണം. മനസ്സിലാവുന്നത് ഞാൻ വിശ്വസിക്കട്ടെ. ആളുകളെ ഭയപ്പെടുത്താനല്ല ഈ വിഷയം ഞങ്ങൾ ക്ലാസ്സിനെ തെരഞ്ഞെടുത്തത്. പിന്നെയോ ആളുകൾക്ക് യഥാർത്ഥമായുള്ള വിടുതൽ അനുഭവിക്കുവാൻ ഉപാധിയാകേണ്ടതിനാണ് ഈ വിഷയം തന്നെ ഈ ദിവസങ്ങളിൽ വിചിന്തനത്തിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. സ്തോത്രം. എന്താണ് മരണം? സ്തോത്രം. വായിക്കാം. റോമാലേഖനം 6-ാം അധ്യായം 23-ാമത്തെ വാക്യം. റോമാലേഖനം 6-ാം അധ്യായം 23-ാമത്തെ വാക്യം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യം ഒന്ന് വായിച്ചാൽ. വളരെ നന്ദി. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. സ്തോത്രം. മരണം എന്നാൽ എന്ത്? പാപത്തിന്റെ ശമ്പളമാണ് മരണം. സ്തോത്രം. പക്ഷേ ആ വാക്യം കൊണ്ട് തീരുന്നില്ലെന്നുള്ളതിൽ നമുക്ക് സന്തോഷിക്കാൻ ഭാഗ്യമുണ്ട്. അടുത്ത ഭാഗം എന്താ? ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൽ നിത്യ ജീവനാണ്. ഒന്ന് ശമ്പളവും മറ്റത് കൃപാവരവുമാണ്. ഒരിക്കലും നിവാസിങ്ങനെ പറയുന്നതിനനുസരിച്ച് എനിക്ക് വളരെ സന്തോഷമായിട്ട് തോന്നി. നമുക്ക് എപ്പോഴും പറയാനുള്ള പരാതി എനിക്ക് അർഹതപ്പെട്ടത് കിട്ടുന്നില്ലെന്നാ. എന്റെ വിദ്യാഭ്യാസത്തിന് അർഹതപ്പെട്ട ഒരു ജോലി എനിക്ക് കിട്ടിയില്ല, ഞാൻ ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ചുള്ള ശമ്പളവും അലവൻസസും എനിക്ക് കിട്ടുന്നില്ല. മനസ്സിലായില്ലേ? സ്തോത്രം. എനിക്ക് അർഹതപ്പെട്ടത് എനിക്ക് നിഷേധിക്കപ്പെടുന്നു, അർഹതപ്പെട്ടത് കിട്ടുന്നില്ല എന്ന് നമുക്ക് എപ്പോഴും പരാതി പറയാനുള്ളത്. സ്തോത്രം. എന്നാൽ നമുക്ക് അർഹതപ്പെട്ടത് ദൈവം നമുക്ക് തരുന്നില്ല എന്നുള്ളതിൽ നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. കാരണം എന്താ? അർഹതപ്പെട്ടത് മരണവും നാശവും നരകവുമാണ്. എന്നാൽ ദൈവം തന്നെ കൃപാവരത്തിൽ നമുക്ക് തരുന്ന നിത്യ ജീവനാകയാൽ. ഹല്ലേലൂയ. എന്റെ കർത്താവേ, അർഹതപ്പെട്ടതല്ല കൃപാവരം അടിയന് തരുന്നതിൽ അടിയൻ അങ്ങ് സ്തുതിക്കുമെന്ന് പറയുവാൻ നമ്മൾ പറഞ്ഞു പോകരുത്. പാപത്തിന്റെ ശമ്പളമാണ് മരണം. സ്തോത്രം. ഈ പാപത്തിന്റെ ശമ്പളമായ മരണം, സ്തോത്രം, ഇത് 3 വിധമാണെന്ന് തിരുവെഴുത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സ്തോത്രം. പാപത്തിന്റെ ശമ്പളമായ മരണം 3ആണ്. സ്തോത്രം. 1 ആത്മിക മരണം, 2 ശാരീരിക മരണം, 3 നിത്യമായ മരണം. ആത്മിക മരണം, ശാരീരിക മരണം, നിത്യമായ മരണം. 3 വിധമാണ് മരണം. സ്തോത്രം. അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, പാപത്തിന്റെ ശമ്പളം 3 ഗഡുക്കളായി, 3 തവണകളായി, 3 ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത്. സ്തോത്രം. ഒന്നാമത്തെ ഇൻസ്റ്റാൾമെന്റ് ആത്മിക മരണം, രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് ശാരീരിക മരണം. ഇത് രണ്ടും നമ്മൾ കാണുന്നു. സ്തോത്രം. അപ്പോൾ മൂന്നാമത്തതുമുണ്ട്, ഫൈനൽ ഇൻസ്റ്റാൾമെന്റ് ആൻഡ് ഫുൾ പേയ്മെന്റ്. സ്തോത്രം. ഹിസാബ് തീർക്കുന്ന. സ്തോത്രം. ഒന്നുണ്ട്, അത് നിത്യമായ മരണമാണ്. സ്തോത്രം. ഒന്നുകൂടെ ശ്രദ്ധിക്കണേ. അത് മാത്രം പറഞ്ഞത് നമ്മൾ നിൽക്കണ്ട, അതിന് മറ്റേ ഭാഗം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഈ 3 വിധ മരണത്തിൽ നിന്നും നമ്മെ വിടുവിക്കുവാനാണ് യേശുക്രിസ്തു ലോകത്തിൽ ജഡത്തിൽ വെളിപ്പെട്ടത്. സ്തോത്രം. 3 വിധ മരണം. അതുകൊണ്ടാണ് എന്റെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു. സ്തോത്രം. എനിക്കോ യോഹന്നാന്റെ സാക്ഷ്യത്തിലും വലിയ സാക്ഷ്യമുണ്ട്. എന്താ സാക്ഷ്യം? ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ, പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യം പറയുന്നു. ഹല്ലേലൂയ. വായിച്ചോളൂ. 5-ാം യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന് 36-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാണ്.
പിതാവിൻ രഹസ്യമാകുന്ന പ്രവൃത്തികൾ ഞാൻ ചെയ്ത പ്രവൃത്തികൾ തന്നെ. പിതാവിനെ അയച്ചു എന്ന് എന്നെക്കുറിച്ച് സാക്ഷീകരിക്കുന്നു. കണ്ടോ? സ്തോത്രം. നോക്കണേ, എനിക്കോ യോഹന്നാന്റെ സാക്ഷ്യത്തിന് വലിയൊരു സാക്ഷ്യമുണ്ട്. എന്താ അത്? ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എനിക്ക് സാക്ഷിയാ. ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്തുന്നവയാണ് ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ. മനസ്സിലായോ? സ്തോത്രം. എന്നെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നത് എന്റെ പ്രവൃത്തികളാണ്. സ്തോത്രം. ഞാൻ ആരാണെന്നുള്ളത് എന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്നു. സ്തോത്രം എന്ന് അതുകൊണ്ടാണ് യേശുക്രിസ്തു ചെയ്ത അത്ഭുത പ്രവർത്തികളെ വെറും അത്ഭുതങ്ങൾ എന്നല്ല തിരുവെഴുത്ത് വിശേഷിപ്പിക്കുന്നത്, അടയാളങ്ങൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കാനായിലെ കല്യാണത്തിന് പച്ചവെള്ളം വീഞ്ഞാക്കിയപ്പോൾ അതിനെക്കുറിച്ച് അടയാളങ്ങളുടെ ആരംഭമായി, അത്ഭുതങ്ങളുടെ എന്നല്ല, പിന്നെ അടയാളങ്ങളുടെ ആരംഭമായി. ദൈവത്തിൽ നിന്നും ദൈവ പരിശുദ്ധാത്മാവിലൂടെ ഏതെങ്കിലും ഒരു അത്ഭുതം നടന്നാൽ അവർ അടയാളമായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? വെറും ഒരു അത്ഭുതം ചെയ്യാൻ വേണ്ടി ദൈവം ഒരിക്കലും ഒരു അത്ഭുതം ചെയ്യുകയില്ല. ഒരടയാളമായിട്ടാണ് ദൈവം അന്നും ഇന്നും എന്നും ഒരത്ഭുതം ചെയ്യുന്നത്. ഹല്ലേലൂയ. അതെ, സ്തോത്രം. മുമ്പോട്ട് പോയിക്കൊള്ളട്ടെ. അത്ഭുതവും അടയാളവും, സ്തോത്രം, ഹല്ലേലൂയ, നാം ഒരുപോലെ ദൈവത്തിൽ പ്രധാനമാണെന്ന് മനസ്സിലാക്കി ഓരോ അത്ഭുതവും ഓരോ അടയാളമാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു കൊള്ളണം. അതെ, എന്റെ പ്രവൃത്തികൾ എനിക്ക് സാക്ഷികളാണെന്ന് പറഞ്ഞേച്ച് കർത്താവ് അനേക അത്ഭുത പ്രവൃത്തികൾ അടയാളമായി ചെയ്ത കൂട്ടത്തിൽ മരിച്ചവരിൽ 3 പേരെ ഉയർപ്പിച്ചതായി തിരുവെഴുത്ത് സാക്ഷിക്കുന്നു. സ്തോത്രം. നമുക്കറിയാം ആരൊക്കെയാ മരിച്ചവരിൽ 3 പേരെ ഉയർപ്പിച്ചതായി തിരുവെഴുത്തിൽ കാണുന്നത്. 1 യായിറോസിന്റെ മകളെ, 2 നൈനിലെ വിധവയുടെ മകനെ, 3 ലാസറിനെ, 4 നാളായ ശേഷം ലാസറിനെ. സ്തോത്രം. നോക്കണേ, ഈ 3 വിധ ഉയർപ്പിക്കലുകളാണ് നാം തിരുവെഴുത്തിൽ യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയോടനുബന്ധിച്ച് കാണുന്നത്. സ്തോത്രം. ഈ 3 ഉയർപ്പിക്കലും സാക്ഷിയാണ്, അടയാളമാണ്. എന്തിന്റെ അടയാളമാ? പാപത്തിന്റെ ശമ്പളമായ 3 വിധ മരണത്തിൽ നിന്നും ഞാൻ നിങ്ങളെ വിടുവിക്കുന്നവനാണ് എന്നുള്ളതിന്റെ സാക്ഷ്യമാണ് മരിച്ചവരിൽ 3 പേരെ എന്റെ കർത്താവ് ഉയർപ്പിച്ചത്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, സ്തോത്രം, ഈ ഉയർപ്പിക്കുന്നവരും നിത്യജീവൻ നൽകുന്നവരുമായ കർത്താവിൽ എപ്പോഴും നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. ഒരു വേള ഒരു രോഗത്തിൽ നിന്ന് കർത്താവ് നമുക്ക് സൗഖ്യം തരുവാൻ കർത്താവിന് പ്രസാദമായില്ലെങ്കിൽ, സ്തോത്രം, നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്, വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകരുത്, തളർന്നു പോകരുത്, പിറുപിറുക്കരുത്, പിന്മാറരുത്. ഹല്ലേലൂയ. സ്തോത്രം. ഈ ലോകത്തിൽ നിന്ന് സൗഖ്യം തരുവാൻ എന്റെ കർത്താവ് തനിക്ക് പ്രസാദം തോന്നിയില്ലെങ്കിലും, സ്തോത്രം, എന്റെ കർത്താവ് എനിക്ക് നിത്യജീവൻ. ഹല്ലേലൂയ. സ്തോത്രം. അതെ, നമുക്ക് മുൻപോട്ട് പോകാം. ഈ 3 വിധ മരണത്തിൽ നിന്നും കർത്താവ് വിടുവിക്കുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ 3 വിധ മരണം. എന്തൊക്കെയാണ് ഈ 3 വിധ മരണം? സ്തോത്രം. വേഗം ഇച്ചിരി വിശദീകരണം പറയാം. 1, ആത്മീക മരണം. എന്താണ് ആത്മീക മരണം? മരണം എന്നാൽ ആ വാക്കിന് തത്തുല്യമായി ഒറ്റ വാക്ക് നമുക്ക് പറയാം, വേർപാട്. മരണം എന്നാൽ വാക്കിന്റെ അർത്ഥം വേർപാട് എന്നാണ്. മരണം എന്നാൽ വേർപാട്. സ്തോത്രം. അപ്പോൾ ആത്മീയ മരണം എന്നാൽ ദൈവത്തിൽ നിന്നുള്ള വേർപാട്, ആത്മാവിലുള്ള വേർപാട്. അതാണ് ആത്മീക മരണം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ശാരീരിക മരണമോ? ശരീരത്തിൽ നിന്നും ലോകത്തിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുമുള്ള വേർപാട്. ഒന്നുകൂടെ പറയാം. ശരീരമരണം എന്താ? ശരീരത്തിൽ നിന്നും, ശരീരത്തിൽ ഇരിക്കുന്നവരിൽ നിന്നും, ലോകത്തിൽ നിന്നുമുള്ള വേർപാട്. അത്രേ ഉള്ളൂ. മനസ്സിലായോ? ശരീരത്തിൽ നിന്നുള്ള വേർപാട്. 2, ശരീരത്തിൽ ഇരിക്കുന്ന മറ്റുള്ളവരിൽ നിന്നുള്ള വേർപാട്. 3, ലോകത്തിൽ നിന്നുള്ള വേർപാട്. അതേ ഉള്ളൂ ശാരീരിക മരണം. വെറും ഒരു വേർപാടാണ്. സ്തോത്രം. ഇനി നിത്യമായ മരണമോ? നിത്യമായ മരണം എന്നേക്കുമുള്ള വേർപാടാണ്, എന്നേക്കുമുള്ള ഒറ്റപ്പെടലാണ്. സകല പ്രതീക്ഷയിൽ നിന്നും എന്നേക്കും വേർപെട്ടു പോകുന്നതാണ് നിത്യമായ മരണം. സ്തോത്രം. ഹല്ലേലൂയ. ആട്ടെ, 1-ാമത്തെ മരണം. ഇതാണ് ഏറ്റവും പ്രധാനം, ഏറ്റവും ഭയപ്പെടേണ്ടത്.
ആത്മിക മരണമാണ്, ആദ്യത്തെ മരണമാണ്. അതാണ് മൂല കാരണം. അതുകൊണ്ട് സ്തോത്രം, അതിനെക്കുറിച്ച് നാം വ്യക്തമായി ഉൾബോധമുള്ളവരായിരിക്കണം. സ്തോത്രം. അതിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടായാൽ ബാക്കിയിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പും സ്തോത്രം ഹല്ലേലൂയ നമുക്ക് അനുഭവിക്കുവാൻ കൃപയിൽ നിൽക്കുന്നിടത്തോളം കഴിയും. സ്തോത്രം. വ്യക്തമാകുന്നുണ്ടല്ലോ? സ്തോത്രം. അപ്പോൾ എന്താണ് ആത്മീയ മരണം? ഞാൻ പറഞ്ഞു, ദൈവത്തിൽ നിന്നുള്ള വേർപാടാണ്. സഹോദരങ്ങളെ, ദൈവം എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചത് ഞാനും നിങ്ങളും സർവശക്തനായ ദൈവവുമായുള്ള സ്നേഹ കൂട്ടായ്മയിൽ നിലനിൽക്കേണ്ടതിനാണ്. സ്തോത്രം. നിങ്ങൾ ആരും വിചാരിക്കരുത് ദൈവം മാലാഖമാരെ സൃഷ്ടിച്ചു അവിടുത്തെ സ്തുതിക്കാൻ. എന്നാൽ ആ മാലാഖമാരിൽ വലിയൊരു കൂട്ടം ദൈവത്തോട് മത്സരിച്ച് അന്യപ്പെട്ടു പോയപ്പോൾ ആ മാലാഖമാർക്ക് പകരം ദൈവം മനുഷ്യരെ ദൈവത്തെ സ്തുതിക്കാൻ സൃഷ്ടിച്ചു എന്ന് തെറ്റായി ധരിക്കരുത്. വ്യക്തമാകുന്നുണ്ടല്ലോ? ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ പറയുന്നത് ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ടായിരിക്കും, നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. പ്ലീസ് മേക്ക് ദ കറക്ഷൻ ഹിയർ. ദയവായി ഇത് മനസ്സിലൊന്ന് തിരുത്തിക്കൊള്ളണേ. സ്തോത്രം. മാലാഖമാരെ ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചെന്നും ആ മാലാഖമാരിൽ വലിയൊരു കൂട്ടം ലൂസിഫറിനോട് വീണുപോയപ്പോൾ വീണുപോയ മാലാഖമാർക്ക് പകരം ദൈവത്തെ സ്തുതിക്കാനായി നമ്മളെ സൃഷ്ടിച്ചെന്നും ചിന്തിക്കരുതല്ല. നമ്മളെ ആരെയും മാലാഖമാർക്ക് പകരക്കാരായിട്ടല്ല ദൈവം സൃഷ്ടിച്ചത്. ഹല്ലേലൂയ. സ്തോത്രം. മനസ്സിലാവുന്നല്ലോ സഹോദരങ്ങളെ? ദൈവത്തെ സ്തുതിക്കുന്ന കേവലം സ്തുതി പാഠകന്മാരായി മാത്രമല്ല ദൈവം നമ്മളെ സൃഷ്ടിച്ചതും. നാം ദൈവത്തെ സ്തുതിച്ചത് കൊണ്ട് മാത്രം ദൈവം നമ്മളിൽ പ്രസാദിക്കുകയുമില്ല. പിന്നെ എന്തിനാ ദൈവം എന്നെ നിങ്ങളെ സൃഷ്ടിച്ചത്? ഞാനും നിങ്ങളും ദൈവവുമായുള്ള ഊഷ്മളമായ ആത്മാർത്ഥമായ എളിയ സ്നേഹ കൂട്ടായ്മ അനുഭവിക്കേണ്ടതിനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഹല്ലേലൂയ. ദൈവവുമായുള്ള സ്നേഹ കൂട്ടായ്മ. അതെ, ഞാൻ നിങ്ങളുടെ മനസ്സിൽ ഇച്ചിരി ധാരണപ്പശകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും തിരുത്താനായി ഇച്ചിരി കൂടി ആ വിഷയം ഒന്ന് വിശദീകരിച്ചോട്ടെ. ദയവായി നിങ്ങൾ എന്റെ കൂടെ വരണേ. സ്തോത്രം. പ്രിയമുള്ളവരെ, സ്തോത്രം. സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഇഷ്ടപ്പെടലല്ല, വെറും ഇഷ്ടപ്പെടലല്ല സ്നേഹം. പിന്നെ 1 കൊരിന്ത്യർ 13-ാമത്തെ അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് പൗലോസ്ലീഹായിലൂടെ എന്താണ് സ്നേഹമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, നിഗളിക്കുന്നില്ല, ചേർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിൽ സന്തോഷിക്കാൻ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം ഓർക്കുന്നു, എല്ലാം സഹിക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു. സ്നേഹം ഒരു നാളും മുതിർന്നു പോകയില്ല. ആ ബന്ധമാണ് സ്നേഹം. ഓരോ ശ്രീകാതിന്റെ ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട്. സ്തോത്രം. മനുഷ്യന്മാരെ ഭാഷ സംസാരിച്ചാൽ സ്നേഹമില്ലെങ്കിൽ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന മാത്രമേ. നമ്മൾ പലപ്പോഴും സ്നേഹത്തെ കുറിച്ച് പകരത്തിന് പകരം ചെയ്യുക എന്നുള്ള ചിന്തയാണ്. സ്തോത്രം. ഇതാ ഈ മേശയിൽ ഒന്നടിച്ചാൽ ഒരു ശബ്ദം തിരികെ കേൾക്കും. തമ്പേർ, മുഴങ്ങുന്ന ചെമ്പ്, തമ്പാറാ, ചിലമ്പെന്ന കൈത്താളം. ആ ചിഞ്ചിൽ ഇങ്ങോട്ട് എടുത്ത് ചാമ്പൊന്ന് കിളിക്കുക, ശബ്ദം കേൾക്കും. അനക്കാതെ വെച്ചിട്ട് അനങ്ങുകയല്ല. തമ്പേറിൽ ഡുമ്മെന്നൊരടി കൊടുത്താൽ ഡുമ്മെന്നൊരു ശബ്ദം ഉറച്ചു കേൾപ്പിക്കും. നോക്കണേ, അങ്ങോട്ട് കൊടുത്താൽ നിർജീവ സാധനങ്ങളും തിരിച്ചു തരും. മനസ്സിലാവുന്നുണ്ടല്ലോ? അങ്ങോട്ട് കൊടുത്താൽ നിർജീവ സാധനങ്ങളും തിരിച്ചു തരും. സ്തോത്രം. അത് പകരത്തിന് പകരമാ. അത് നിർജീവ സാധനങ്ങൾക്ക് ഉള്ളൊരു സ്വഭാവമാണ്. അതല്ല സ്നേഹം. അവൻ നാട്ടിൽ പോകാൻ നേരത്ത് ഞാൻ ചെന്നെല്ലാം പാക്ക് ചെയ്ത് കൊടുത്തു, ലേബർ ചെയ്ത് കൊടുത്തു. മനസ്സിലായില്ലേ? എല്ലാം അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം കഴി പറക്കി ഇടയ്ക്ക് വേഗം കൂട്ടി വേഗം അവരെ വേഗം കൊണ്ടുവിട്ടു. അതുപോലെ സ്തോത്രം. ഞാനും അത് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളും നാട്ടിൽ പോകും, അവര് വരും. മനസ്സിലായില്ലേ? ഹെൽപ്പ് ചെയ്യും, പിന്നെ കൊണ്ടുവിടും. നാട്ടിൽ നിന്ന് വന്നപ്പോൾ അവര് വന്ന് ഹാഫ് ഡേ ലീവ് ഇട്ടായാലും വന്ന്
എയർപോർട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നു. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. അതുകൊണ്ട് ഞാനും അത് ചെയ്യണം. എന്താ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട്? അത് സ്നേഹമല്ലെന്നേ, അത് പകരത്തിന് പകരം. അതൊന്നും പോരാ. സ്തോത്രം. വീട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ടും, കേൾക്കുന്നുണ്ടല്ലോ, വീട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ടും ഞാൻ കഷ്ടപ്പെട്ട അന്ന് അർജന്റ് ഡ്യൂട്ടി ചെയ്യേണ്ടി വന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് ഓടി വന്നു, വാരി വലിച്ചെല്ലാം കൂടി കിട്ടിയതിനകത്ത് വാരിയിട്ട് ഒന്ന് തൂക്കാൻ പോലും നേരം കിട്ടിയില്ല. അവിടെ ചെന്നപ്പോൾ ഓവർ വെയിറ്റ്, പിന്നെ അഡീഷണൽ അതും കൊടുത്ത്, മനസ്സിലായില്ലേ, വണ്ടി കൊണ്ടുവന്ന് എയർപോർട്ടിൽ കൊണ്ടുവന്ന് വിട്ടേച്ച് ഞാൻ വാങ്ങി പിടിച്ച് ഒരു പരുവത്തിന് അതിന് കിട്ടി. അവൻ അയലോക്കത്ത് താമസിക്കുന്ന, അടുത്ത ഫ്ലാറ്റിൽ താമസിക്കുന്ന, അവൻ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് തിരിഞ്ഞു കിടന്നോട് ഉറങ്ങുക. എന്നിട്ട് പോലും ഒരു കൈ ഒന്ന് സഹായിച്ചില്ല. ഇത് നന്നായിട്ട് നമുക്കറിയാം. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടേ? സ്തോത്രം. നമ്മൾ പോകാൻ നേരത്തെ വായിക്കണി എന്ന് കോട്ട് വായി വിട്ടോണ്ട് വായി സ്തോത്രം ഹല്ലേലൂയ കർത്താവ് കൂട്ടിക്കട്ടെ പ്രൈസലോട് പറഞ്ഞു. അങ്ങനെ കാണിച്ചോ. അയൽ നാട്ടിൽ പോകാൻ നേരത്ത് മനസ്സിലാവുന്നു, ഞാൻ ലീവ് ഇട്ടാലും വേണ്ടുകാരാ, അവരെ എനിക്കൊന്ന് സഹായിക്കണം. അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വരുമോ? എന്താ പറയും? അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വന്നാൽ അവർക്ക് സ്നേഹമുണ്ടെന്ന് പറയാം. മറ്റേത് പകരത്തിന് പകരം ചെയ്തു. മനസ്സിലാവുന്നുണ്ടല്ലോ? സ്തോത്രം. ഹല്ലേലൂയ. നന്മ കൊണ്ട് തിന്മയെ എതിരേൽക്കുന്നതാണ് സ്നേഹം. ഹല്ലേലൂയ. ദോഷം ചെയ്താൽ ആ ദോഷം കണക്കിടാത്ത ബന്ധമാണ് സ്നേഹം. സ്തോത്രം. ഹല്ലേലൂയ. സഹോദരങ്ങളെ, സ്തോത്രം. ആ സ്നേഹം, സ്തോത്രം, ആ സ്നേഹം മനുഷ്യരോട് മാത്രമേ ദൈവത്തിനുള്ളൂ. മാലാഖമാരെ ദൈവം സ്നേഹിക്കുന്നില്ല. കൂടെ പറഞ്ഞേ, സകല സൃഷ്ടിയോടും ദൈവത്തിന് കരുണ തോന്നുന്നു. കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതതിന്റെ ആഹാരം എത്തിച്ചു കൊടുക്കും. തന്റെ സകല സൃഷ്ടിയോടും കരുണ തോന്നുന്നു. പക്ഷേ സ്നേഹം മനുഷ്യരോടും മാലാഖമാരെ ദൈവം സ്നേഹിക്കുന്നില്ല. ദൂതപ്രമുഖനായ ലൂസിഫർ ഒരു തെറ്റ് ചെയ്തു. ആദ്യത്തെ തെറ്റ്, നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിന്റെ നീതിയുടെ കണ്ടതുവരെ നടപ്പ് ദുഷ്കളങ്കനായിരുന്നു. അവൻ ചെയ്ത ആദ്യത്തെ തെറ്റ് ഗൗരവമായി ദൈവം കണക്കിട്ടു. പുറത്താക്കി. വീണുപോയ ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാൻ ദൈവം ഒന്നും ചെയ്തില്ല. ഒന്നും ചെയ്തില്ല. അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണ ചെയ്യുവാൻ ഓമനപുത്രനെ മനുഷ്യനായി ലോകത്തിലേക്ക് അയച്ച അവന് പകരം കാൽവറിയിൽ യാഗമായി ദൈവനിധി നിവർത്തിച്ച് സ്തോത്രം അവനെ വീണ്ടെടുത്ത ദൈവകൃപ. സ്തോത്രം. അതാണ് ദൈവസ്നേഹത്തിന്റെ വെളിപ്പാട്. ലോകത്തിൽ മറ്റൊരു സൃഷ്ടിയും ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുന്നവരില്ല. നമ്മൾ മാത്രമേ ദൈവസ്നേഹം അനുഭവിക്കുന്നുള്ളൂ. ഇതൊക്കെ ദൈവത്തിനും വ്യക്തമായി വെളിപ്പെടുത്തിയ സത്യമായിരുന്നിട്ടും മാലാഖമാർക്ക് പകരം പാടാൻ സൃഷ്ടിച്ചതാ, പാട് എന്ന് മാത്രം പറയുന്നവർ വേദപുസ്തകത്തിലൂടെ സൂക്ഷിക്കണം. എന്റെ കൂടെ ഉണ്ടോ? മാലാഖമാർ വീടുവായപ്പോൾ സ്തോത്രം അവർക്ക് വേണ്ടി നരകം സൃഷ്ടിച്ചു. അറിയാമല്ലോ. പക്ഷെ മനുഷ്യൻ വീണ് പോയപ്പോൾ മനുഷ്യന് വേണ്ടി കാൽവറിയിലെ യാഗം ഒരുക്കി. ഇതാ ദൈവസ്നേഹം എന്ന് പറയുന്നത്. സ്തോത്രം സഹോദരങ്ങളെ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഈ സ്നേഹം അനുഭവിക്കാനാണ് ദൈവം എന്നെ നിങ്ങൾ കിട്ടിയത്. പക്ഷെ ഈ സ്നേഹത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയതാണ്, വേർപെട്ടു പോയതാണ് സ്തോത്രം
മനുഷ്യന്റെ ഏറ്റവും വലിയ പരാജയം. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നു എന്നുള്ള ബോധവും ദൈവസ്നേഹത്തെ കുറിച്ചുള്ള അംഗീകാരവും നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഹല്ലേലൂയ. ആ സ്നേഹ കൂട്ടായ്മയിൽ നിന്ന് മനുഷ്യനകന്നു പോയി. സ്നേഹ കൂട്ടായ്മയിൽ നിന്ന് മനുഷ്യനകന്നു പോയി. പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആ സ്നേഹ കൂട്ടായ്മയിൽ നിന്ന് മനുഷ്യനകന്ന് വേർപെട്ടു പോയതാണ് ആത്മിക മരണം. ദൈവനോട് തോട്ടത്തിൽ നടുള്ള വൃക്ഷത്തിന് അവനെ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിച്ചു. പക്ഷെ എഴുതിയിരിക്കുന്നു 930 വർഷം ജീവിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇടമറുകെന്ന് പറയുന്ന ഒരാള് എഴുതിയിട്ടുണ്ട്, സാത്താൻ സത്യം പറഞ്ഞു യഹോവ പറഞ്ഞു. ചിലപ്പോൾ നിങ്ങൾ ചിലരെങ്കിലും വായിച്ചിട്ടുണ്ടാകും. സാത്താൻ പറഞ്ഞു, പാമ്പു എന്ന് പറഞ്ഞു, നിങ്ങൾ മരിക്കയില്ല, നിങ്ങൾ ദൈവത്തെ പോലാകും. യഹോവയാദൈവം പറഞ്ഞു, തിന്നാൽ ചത്തു, അത് തന്നെ ചത്തു എന്ന് പറഞ്ഞു. സ്തോത്രം. പിന്നെ അവർ തിന്നു 930 വർഷം ജീവിച്ചിരുന്നു. പക്ഷേ തിന്ന് അന്ന് തന്നെ മരിച്ചു. വായിച്ചാട്ട് എഫേസ്യർ 2:1 സ്തോത്രം. എഫേസ്യർ 2:1. വളരെ നന്ദി. കേട്ടോ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. ഹല്ലേലൂയ. ദൈവവുമായുള്ള കൂട്ടായ്മയിൽ നിന്ന് പാപത്താൽ അന്യപ്പെട്ടു പോയ, ദൈവ സംസർഗത്തിൽ നിന്ന് അകന്നുപോയ നമ്മെ, സ്തോത്രം, ആ മരണാവസ്ഥയിൽ നിന്ന് ഉയർപ്പിച്ച് ദൈവത്തോടുള്ള കൂട്ടായ്മ ബന്ധത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു. അവൻ യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവായ ദൈവത്തോട് ബന്ധപ്പെടുന്നില്ല. ഹല്ലേലൂയ. പിതാവിന്റെ അടുക്കൽ വരുവാനുള്ള ഏക വഴിയാണ് അവിടുന്ന് എന്ന് യേശു പ്രഖ്യാപിക്കുകയായിരുന്നു. ഹല്ലേലൂയ. അതെ, പാപത്താൽ ദൈവത്തിൽ നന്യപ്പെട്ടിരുന്നവർ, സ്തോത്രം, നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷെ ഞാൻ ചോദിച്ചോട്ടെ, പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ അനുഭവം എന്താണ്? ഒരു സങ്കല്പ ലോകത്തിലായി എന്തൊക്കെയോ ചൊല്ലി അങ്ങ് വിടുകയാണ് അല്ലേ? എന്നിട്ട് പ്രാർത്ഥിച്ചു എന്നുള്ള സംതൃപ്തി പോവുകയാണ്. ഇടയ്ക്കിടയ്ക്ക് വോട്ട് ഭയപ്പെടുന്നു. എന്താ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? ക്ഷീണമുണ്ട്, കാര്യം അശ്രദ്ധയുണ്ട്. ക്ഷീണമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. നല്ല, എനിക്കറിയാം നിങ്ങൾ ശരിക്കും കഠിനമായി അധ്വാനിച്ച് ജോലി ചെയ്യുന്നവരാണ്. ഓഫീസിലാണെങ്കിലും 100% കോൺസെൻട്രേഷനോട് പണിയുന്നവർ. വൈകുന്നവരെ ജോലിയൊക്കെ കഴിയുമ്പോൾ തളരും. ആ തളർന്ന് വന്ന പരുവത്തിന് സഹോദരൻ പ്രാർത്ഥിക്കാൻ അങ്ങോട്ടിരുന്നാൽ നിങ്ങൾ ഇത് പറ്റിപ്പോകും, ഉറങ്ങിപ്പോകും, മയങ്ങിപ്പോകും. ക്ഷീണമുണ്ട്. അന്നേരം കുളിച്ച് ഫ്രഷായി ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് കയറി കിടന്നൊന്ന് ഉറങ്ങി എന്റെ കർത്താവിൽ തിരുസന്നിൽ അല്പസമയം മുഴങ്കാലിൽ നിന്ന് പക്ഷപാതം കഴിക്കാൻ, തിരുസന്നിൽ സന്തോഷിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, എന്നെ ഉണർത്തണമേ എന്ന് പറഞ്ഞ് നീ കടന്നാൽ നിന്റെ നല്ല ആഗ്രഹം അറിയുന്ന ദൈവം നിന്നെ തക്കസമയത്ത് ഉണർത്തുകയും കർത്താവിന്റെ സന്നിധിയിൽ നിനക്ക് ജാഗ്രതയോടെ പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ കഴിയും. ഒരു നേർച്ച കഴിക്കുന്ന പോലുള്ള ഒരു പ്രാർത്ഥനയിൽ നിന്ന് ദൈവം നമ്മളെ മോചിപ്പിക്കണം. ഇവിടെ പലരും പ്രാർത്ഥിക്കുന്ന അങ്ങനെ ഒരു സങ്കല്പത്തില്ല, എന്തൊക്കെയോ പറഞ്ഞു വിടുകയാണ്. പോരാ, അത് പോരാ. സജീവമായുള്ള കൂട്ടായ്മയുടെ നമുക്ക് അനുഭവിക്കാൻ കഴിയും. അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കണം, നമ്മളെ സമർപ്പിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ പറയുന്നത് വ്യക്തമാവുന്നു വിശ്വസിക്കട്ടെ. ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നവർ, മരിച്ചിരിക്കുന്നവർ, സ്തോത്രം. ഹല്ലേലൂയ. ഒരിക്കലും നമ്മൾ അങ്ങനെയാകാൻ പാടില്ല. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചിരിക്കുന്ന അവസ്ഥ, ആ അവസ്ഥയിൽ നിന്നുള്ളൊരു മോചനം യേശു ക്രിസ്തുവിൽ നമുക്ക് പ്രാപിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. കഴിയണം. അതിന് പറയുന്ന വാക്കാണ് വീണ്ടും ജനനം. വീണ്ടും ജനനം. സ്തോത്രം. നിങ്ങൾ എന്റെ കൂടെ ഓടിക്കുന്ന സഹോദരൻ, എന്താണ് വീണ്ടും ജനനം? എന്താണ് വീണ്ടും ജനനം? സ്തോത്രം. കേൾക്കണേ,
ആഴമായ ആത്മിക സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരാൻ ലളിതമായ ഭൗമിക സാദൃശ്യങ്ങൾ ഉപയോഗിച്ച് വ്യക്തമാക്കുന്നത് തിരുവെഴുത്തിൽ പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചിരിക്കുന്ന ഒരു രീതിയാണ്. ഈ ആഴമായ ആത്മീയ സത്യങ്ങളാണ് നമുക്ക് പിടികിട്ടത്തില്ല. അത് നമുക്ക് മനസ്സിലാക്കി തരാൻ എന്ത് ചെയ്യുന്ന അറിയോ? നമുക്ക് പരിചയമുള്ള സാദൃശ്യങ്ങളെ ഉപയോഗിക്കും. അങ്ങനെ ജനനം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്കറിയാം. ആ സാദൃശ്യം ഉപയോഗിച്ച് ഈ വലിയ ആത്മീയ സത്യം വെളിപ്പെടുത്തി തന്നിരിക്കുക. ജനനം എന്ന് പറഞ്ഞാൽ കേൾക്കണേ, അമ്മയുടെ ഗർഭത്തിൽ പുറം ലോകവുമായി ഒരു ബന്ധമില്ലാതെ പുറത്തൊരു ലോകമുണ്ടെന്ന് പോലും അറിയാതെ വളരുന്ന ഒരു കുഞ്ഞ്. സ്തോത്രം. പുറത്തൊരു ലോകമുണ്ടെന്ന് പോലും ഈ കുഞ്ഞിനെ അറിയാമില്ല. പുറം ലോകവുമായി കുഞ്ഞിന് ഒരു ബന്ധവുമില്ല. സ്തോത്രം. ഈ കുഞ്ഞമ്മയുടെ ഗർഭത്തിൽ വളരുകയാണ്. സ്തോത്രം. നിശ്ചിത സമയമാകുമ്പോൾ ഈ കുഞ്ഞ് പുറം ലോകത്തേക്ക് വരുന്നു. ആദ്യമായി വെളിച്ചം കാണുന്നു. 2 ശ്വാസകോശം നിറച്ച ശ്വാസം ഈ കുളിർന്ന വായു വലിച്ചെടുക്കുന്നു. ശബ്ദം കേൾക്കുന്നു, കുളിരുന്നു. ഒരു ബഹളം, ഒരു ലഹള, ഒരു പുതിയ ലോകം. ഇങ്ങനൊരു ലോകം ഉണ്ടെന്ന് പോലും അറിയാമല്ലോ. ഒരു പുതിയ ലോകം, ഒരു പുതിയ അനുഭവം. മനസ്സിലാവുന്നുണ്ടേ സഹോദരൻ? ഹല്ലേലൂയ. ഇതാണ് ജനനം. ഇതുപോലെ ഈ ലോകമേ ഉള്ളൂ, ഇതിനപ്പുറത്തൊരു ലോകമില്ല. ഇതിനപ്പുറത്തൊരു ലോകമുണ്ടെന്നോ ദൈവത്തോട് വ്യക്തി ബന്ധം പുലർത്താൻ കഴിയുമെന്നോ ബോധമില്ലാതെ ഇവിടെ മിടുക്കനാകണം, ഇവിടെ കേവനാകണം, ഇവിടെ നേടണം, ഇവിടെ ഉയരണം, ഇവിടെ വെട്ടിപ്പിടിക്കണം, ഇവിടെ 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 ദൈവത്തെ വിളിക്കുന്നു ഇവിടെ നേടാനാ. എന്തിനാ ഉപസിക്കുന്നത്? ഇവിടെ ആ കാര്യം സാധിക്കണം. എന്തിനാ നീ സ്നാനപ്പെട്ടത്? ഇവിടെ ആ കാര്യവും സാധിക്കാം. സ്നാനപ്പെട്ട ആ കാര്യം നടക്കുമെന്ന് പറഞ്ഞു. കേൾക്കുന്നു? ഇവിടെ 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 ദൈവത്തെ തേടുന്നത് പോലും ഇവിടുത്തെ കാര്യങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ഈ ലോകമേ ഉള്ളൂ എന്ന ചിന്തയിൽ ജീവിക്കുന്ന ഒരുവൻ, അങ്ങനെ ജീവിക്കുന്നവൻ സ്തോത്രം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലും ദൈവവചനത്താലും സ്പർശിക്കപ്പെട്ടു. ആഴമായ പാപബോധമുണ്ടായി. വരുവാനുള്ള ലോകത്തെക്കുറിച്ച് അവനൊരു ഉത്ബോധമുണ്ടായി. ദൈവത്തോട് തനിക്ക് കണക്ക് കൊടുക്കാനുണ്ടെന്നുള്ള ഒരു തിരിച്ചറിവുണ്ടായി. സ്തോത്രം. ഹല്ലേലൂയ. ആത്മലോകത്തെ കുറിച്ചുള്ള തിരിച്ചറിവ് അവനുണ്ടായിട്ട് നഷ്ടപ്പെട്ടവനാണെന്നുള്ള ബോധമുണ്ടായി. പരിശുദ്ധാത്മാവിന്റെ അന്തരംഗത്തിൽ രൂപാന്തരം വരുത്തി. സ്തോത്രം. ആത്മാവായി ദൈവത്തോടുള്ള സംസർഗത്തിന് അവൻ പ്രാപ്തനായി. സ്തോത്രം. ഒരു പുതിയ അനുഭവം, ദൈവത്തോടുള്ള ബന്ധം ആരംഭിച്ചു. ഹല്ലേലൂയ. ദൈവം അങ്ങ് ദൂരസ്ഥനായിരിക്കുന്ന ഒരു സങ്കല്പത്തിലുള്ളവരെന്നല്ല, സ്തോത്രം, സമീപസ്ഥനായി ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു പിതാവ് എന്നുള്ളൊരു ബന്ധത്തിലേക്ക് സ്തോത്രം ദൈവത്തോട് അടുത്തു വരുന്നു. ആള് മാറിയതുപോലെ തോന്നുന്നു. ഹല്ലേലൂയ. ഈ രൂപാന്തര അനുഭവമാണ് വീണ്ടും ജനനം. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. സ്തോത്രം. ഒരു കുഞ്ഞ് ജനിച്ചാൽ ഉടനെ 2 കാര്യം നടക്കുമെന്ന. സ്തോത്രം. ഒന്ന്, കുഞ്ഞിന്റെ ആ സൈസ് പെട്ടെന്ന് വലുതാക്കുമെന്ന. 2, ഗർഭാശയം ഉടൻ തന്നെ ശൃംഗിയും ചെറുതാകും, ചുരുങ്ങും. സ്തോത്രം. അതുകൊണ്ടാണ് പൂർണ്ണവളർച്ചയെത്തിയില്ല എന്ന കാരണത്താൽ ജനിച്ച ഒരു കുഞ്ഞിനെ പിന്നെയും ഗർഭാശയത്തിലേക്ക് തിരിച്ചിടാൻ കഴിയുകയില്ല. സ്തോത്രം. ഗർഭാശയം ചെറുതാകുകയും കുഞ്ഞങ്ങ് വലുതാകുകയും ചെയ്യുമെന്ന. സ്തോത്രം. നോക്കണേ, ഇത് വീണ്ടും ജനിച്ചവന്റെ ജീവിതത്തിൽ നടക്കണം. സ്തോത്രം. അവന് ലോകം ചെറുതാകും. വീണ്ടും ജനിച്ചെന്നുള്ള ഏറ്റവും വലിയ തെളിവ് ഈ ലോകം ചെറുതായി. ഇന്ന് നിങ്ങൾക്ക് ഈ ലോകം വലുതാകും. അയ്യോ, പലപ്പോഴും ആത്മീയ ശുശ്രൂഷകൾക്ക് പരസ്യം കൊടുക്കുമ്പോൾ ഈ ലോകത്തെ വലുതാക്കി മാഗ്നിഫൈ ചെയ്ത് ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കുന്ന സ്തോത്രം ഒരു രീതിയിലേക്ക് ക്രൈസ്തവ സമൂഹം തരം താണുപോയല്ലോ. നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ ഉണ്ടോ?
വിടുതൽ കിട്ടും, ഉയർച്ചയുണ്ടാകും, അത്ഭുതം നടക്കും, രോഗസൗഖ്യം കിട്ടും, കേമനാകാൻ കഴിയും. അതിനുള്ള ശുശ്രൂഷ ഇവിടെ നടക്കുന്നു എന്ന് പ്രസിദ്ധപ്പെടുത്തിയാൽ മനസ്സിലാവുന്നു. ഈ ഹോളിൽ സ്ഥലമില്ലാതെ ആളും കൂടി വന്നെന്ന് വരും. കാര്യം അവർക്കപ്പോഴും എന്താ വലുത്? ഈ ലോകമാ വലുത്, ഈ ലോകമാ വലുത്. ഇന്ന് രാത്രി വീണ്ടും ജനിച്ചെന്ന് നിങ്ങളെ ഒന്ന് സ്വയശോധന ചെയ്തേ. സ്തോത്രം. ഈ ലോകം നിങ്ങൾക്ക് ഇന്നും വലുതാണെങ്കിൽ, ഈ ജീവിതം ഇന്നും വലുതാണെങ്കിൽ, ഹല്ലേലൂയ, ഇവിടുത്തെ നേട്ടങ്ങളാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, ഹല്ലേലൂയ, ഇവിടെ നിങ്ങൾക്ക് ലഭിച്ചതിലാണ് നിങ്ങൾ ഏറെ പ്രശംസിക്കുന്നതെങ്കിൽ, വരുവാനുള്ളതിനെ കുറിച്ചുള്ള പ്രത്യാശ നിങ്ങളിൽ വളരുന്നില്ലെങ്കിൽ നിങ്ങളുടെ വീണ്ടും ജനനത്തെ സംശയിക്കേണ്ടിയിരിക്കും. എല്ലാവരും എന്റെ പുറം ലോകവുമായി ബന്ധമില്ലാതെ ഇരുന്ന ഒരു കുഞ്ഞ്, സ്തോത്രം, പുറം ലോകം കാണുന്നു, പുതിയ ലോകം കാണുന്നു. ഇതുപോലെ ആത്മലോകവുമായി ബന്ധമില്ലാതെ, ദൈവവുമായി സംസർഗമില്ലാതെ ഒരു വ്യക്തി, ഹല്ലേലൂയ, സ്തോത്രം, വീണ്ടും ജനനത്താൽ ദൈവത്തോടുള്ള സംസർഗത്തിലേക്ക് വരികയും, ഹല്ലേലൂയ, അവൻ സ്വർഗരാജ്യത്തിന്റെ പൗരത്വം അവകാശമാക്കുകയും ചെയ്യുന്ന അനുഗ്രഹീത അനുഭവമാണ് വീണ്ടും ജനനം. ഹല്ലേലൂയ, സ്തോത്രം. അവന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുകയാണ്. ഇവിടെ ഒരു കുഞ്ഞ് ജനിച്ചാൽ അവന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതും. അവന്റെ പേര് ഇവിടുത്തെ റെക്കോർഡുകളിൽ എഴുതും. ഹല്ലേലൂയ. അവൻ ഇന്ത്യയിലെ പൗരത്വം കിട്ടും. സ്തോത്രം. നിങ്ങൾ ഖത്തറിലാണെങ്കിലും ഇന്ത്യയിലാണ് നിങ്ങളുടെ പൗരത്വം. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ഒരു കുഞ്ഞ് ജനിച്ചാലും അവിടെയാണ്, ഇവിടുത്തെ എംബസിയിലാണ് അതിന്റെ റിപ്പോർട്ടിംഗ് ഇല്ലട്ടെ. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, അതുപോലെ വീണ്ടും ജനിച്ചവന്റെ പേര് ഇവിടെ ഉണ്ട്, ജീവന്റെ പുസ്തകത്തിലുണ്ട്. ഹല്ലേലൂയ. ഈവൻ വിജയകരമായ ശുശ്രൂഷ പോലും അത്ര കണ്ട അഭികാമ്യമല്ല. അതുകൊണ്ടാണ് എന്റെ കർത്താവിന്റെ ശിഷ്യന്മാർ കർത്താവ് അയച്ചിട്ട് പോയി അത്ഭുതങ്ങളൊക്കെ ചെയ്ത് ഗുരുവിന്റെ അടുത്ത് മടങ്ങി വന്നിട്ട് പറഞ്ഞു, ഗുരു, നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞ മറുപടി എന്താണ്? ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിനല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിന് അത്രേ സന്തോഷിപ്പീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ട് എന്നതായിരിക്കണം ഏറ്റവും വലിയ പ്രശംസ. ഇവിടെ നിങ്ങൾക്ക് സ്ഥാപിക്കുവാൻ കഴിഞ്ഞ ഏറ്റവും വലിയൊരു ബിസിനസ് സ്ഥാപനമോ, ഇവിടെ നിങ്ങൾക്ക് നേടാൻ കഴിഞ്ഞ വലിയ സമ്പാദ്യങ്ങളോ, ഹല്ലേലൂയ, ഇവിടുത്തെ മറ്റൊന്നുമല്ല. നാട്ടിൽ നേടാൻ കഴിഞ്ഞ വലിയ കാര്യങ്ങളോ, ഇതൊന്നുമല്ല പ്രധാനം. എന്റെ കൂടെ ഉണ്ട്. സ്തോത്രം. അതിൽ നിങ്ങൾ സന്തോഷിക്കുന്നതിനേക്കാൾ 10 മടങ്ങ് അധികം സന്തോഷിക്കേണ്ടത് എന്റെ പേര് ജീവന്റെ പുസ്തകം. ഉറപ്പ് നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ ആത്മീയമായി മരിച്ചിരിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഗൗരവമായ ഒരവസ്ഥയാണ് ഇത്. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ഞാൻ മുൻപോട്ട് പോയിക്കൊള്ളട്ടെ. സഹോദരങ്ങളെ ശ്രദ്ധിക്കണേ. സ്തോത്രം. ഹല്ലേലൂയ. ഇത് ഒന്നും കൂടി ഞാൻ വിശദീകരിക്കാൻ, ഈ ബേസിക് കാര്യമാണ്, അടിസ്ഥാനപരമായ കാര്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് പരാജയം വരരുത്. സ്തോത്രം. പ്രിയമുള്ളവരെ, മനുഷ്യൻ ഒരു ട്രൈപാർട്ടൈറ്റ് ബീയിങ് ആണ്. മനുഷ്യൻ 3 കൂടിയ ഒന്നാണ്. സ്തോത്രം. ശ്രദ്ധിക്കണേ, മനുഷ്യൻ 3 കൂടിയ ഒന്നാണ്. എന്തൊക്കെയാ ഈ 3? മനുഷ്യന്റെ 3: ആത്മാവ്, ദേഹി, ദേഹം. നമുക്കറിയാം, പുസ്തകത്തിൽ അതുണ്ട് കേട്ടോ. വായിച്ചു തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 23-ാമത്തെ വാക്യം വായിച്ചോളൂ. വളരെ നന്ദി. മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞേച്ച് മുഴുവനും എന്നുള്ളതിനകത്ത് എന്തൊക്കെ പറയുന്നുണ്ട്? ആത്മാവും പ്രാണനും ദേഹവും. സ്തോത്രം. അതുപോലെ എബ്രായലേഖനം 4-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിലും നമുക്ക് ഈ 3 കാര്യങ്ങൾ പരാമർശിച്ചിരിക്കുന്നത് കാണാൻ കഴിയും. എടുത്തെങ്കിലും ഒന്ന് വേഗം വായിച്ചേരെ. ദൈവത്തിന്റെ വചനം ജീവൻ
മതിയല്ലോ. താങ്ക് യു. പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും. കേട്ടോ, ആത്മാവ്, ദേഹി, ദേഹം. സ്തോത്രം. മനുഷ്യനിൽ 3 ഘടകങ്ങളുണ്ട്. നമ്മൾ ആരാണെന്ന് നമ്മളൊന്ന് അറിയണ്ടേ? നമ്മളെ സൃഷ്ടിച്ച ദൈവം നമ്മളെ കുറിച്ച് നമുക്ക് ഗ്രഹിപ്പിച്ച് തന്നിരിക്കുന്നതാണ് ഈ തിരുവെഴുത്തിലെ സത്യങ്ങൾ. സ്തോത്രം. നമ്മൾ ആരാണെന്ന് നമ്മളൊന്ന് അറിയണം. What am I here? What's my structure? What's my composition? How am I made up of? What am I made up of? സ്തോത്രം. ചിന്തിക്കണം കേട്ടോ. സ്തോത്രം. ഇതൊക്കെയാ. 1 ആത്മാവ്, 2 ദേഹി, 3 ദേഹം. സ്തോത്രം. അറിയാവുന്നതിൽ നിന്ന് അറിയാൻ മേലാത്തതിലേക്ക് അങ്ങ് പോകാം. എന്താ അറിയാവുന്നത്? ദേഹമാണല്ലോ, ശരീരം. ശരീരത്തിന് നമുക്ക് ഇങ്ങനെ ഒരു നിർവചനം പറയാം. ശരീരം മണ്ണിൽ നിന്ന് എടുത്തതും മണ്ണിനാൽ പോഷിപ്പിക്കപ്പെടുന്നതും ഈ മണ്ണിനെ കുറിച്ച് നമ്മെ ബോധപ്പെടുത്തുന്നതും മരിക്കുമ്പോൾ മണ്ണിലേക്ക് മടങ്ങി മണ്ണോട് മണ്ണാകേണ്ടതുമാണ് ഈ ശരീരം. സ്തോത്രം. ദൈവമാധവനെ നിലത്തെ പൊടി കൊണ്ട് മനുഷ്യന്റെ ശരീരം സൃഷ്ടിച്ചു. നിലത്തെ പൊടി കൊണ്ട് മനുഷ്യന്റെ ശരീരം സൃഷ്ടിച്ചു. മണ്ണിൽ നിന്ന് എടുത്തത്. ചവിട്ടി നടക്കുന്ന മണ്ണായത് കേട്ടോ. സ്തോത്രം. മണ്ണ് കൊണ്ടുണ്ടാക്കിയതായത്. മണ്ണിൽ നിന്ന് എടുത്തു. സ്തോത്രം. ഇതിന് പോഷണം മണ്ണ. മണ്ണിൽ നിന്നുള്ള ഘടകങ്ങൾ മാത്രമേ നമ്മൾ കഴിക്കുന്നുള്ളൂ. സ്തോത്രം. മണ്ണിനാൽ പോഷിപ്പിക്കപ്പെടുന്നു. ഈ മണ്ണിനെ കുറിച്ച് ഈ ശരീരം നമ്മളെ ബോധപ്പെടുന്നു. കണ്ണുകൊണ്ട് ഇതൊക്കെ കാണുന്നു, മൂക്കൊണ്ട് മണക്കുന്നു, നാവ് കൊണ്ട് രുചിക്കുന്നു, കാതുകൊണ്ട് കേൾക്കുന്നു, കൈകൊണ്ട് സ്പർശിക്കുന്നു, ത്വക്കുകൊണ്ട് ചൂട് തണുപ്പൊക്കെ അറിയുന്നു. ഈ മണ്ണിനെ കുറിച്ച്, ഈ ലോകത്തെ കുറിച്ച് ശരീരം നമ്മെ ബോധപ്പെടുത്തുന്നു. സ്തോത്രം. ഇനി ചാകുമ്പം മണ്ണോട് മണ്ണ് ചേരും. 10 കൊല്ലം കഴിഞ്ഞ് മാറ്റി നോക്കിയാൽ ഒന്നുമില്ല. മണ്ണായി തീർന്നു പോകും. കണ്ടോ? ഇതാണ് ഈ ശരീരം. സ്തോത്രം. മണ്ണിനാൽ പോഷണം വരുത്തുന്നത്. സമയം ചുരുക്കമാണ്, ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വിശ്വസിക്കുന്നു. ബോഡി മേക്സ് us വേൾഡ് കോൺഷ്യസ്. ലോകത്തെ കുറിച്ച് അറിയുന്നതാണ് ശരീരം. താൽക്കാലികമാണ് ഈ ശരീരം. സ്തോത്രം. നിങ്ങളുടെ ശരീരത്തിന്റെ പുഷ്ടിയിലും സൗന്ദര്യത്തിലും ശരീരത്തിന്റെ ആരോഗ്യത്തിലും സ്തോത്രം നിങ്ങൾ പ്രശംസിക്കരുത്. സ്തോത്രം. ശരീരത്തെ കുറിച്ച് നമ്മുടെ ചിന്ത ഇത് പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണെന്നായിരിക്കണം. സ്തോത്രം. ഈ ശരീരം ദൈവം നമുക്ക് തന്നതാണ്. മനസ്സിലാവുന്നുണ്ടേ സഹോദരങ്ങളെ? ഇത് ദൈവത്തിന്റെ മന്ദിരമാ, ദൈവത്തിന്റെ ശരീരമാ. വിളിക്കുന്ന ആർക്കെങ്കിലും പറയാൻ കഴിയുമോ, ഞങ്ങൾക്ക് അധ്വാനിച്ച് നല്ല 1-ാം തരം കാശ് കൊടുത്ത് റിയാൽ എണ്ണി കൊടുത്ത് മേടിച്ചതാ ഈ കണ്ണെന്ന് പറയാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഈ ശരീരം എന്ന് പറയാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. സ്തോത്രം. നമ്മുടെ എന്ന് പറയാൻ ശരീരത്തൊന്നുമില്ല. നമ്മുടെ ദൈവത്തിന്റെ മകയാണ്. സ്തോത്രം. അട്ടെ, ഇനി ആത്മാവിനൊന്നും അങ്ങനെ പറയാം. ദൈവം ആത്മാവാകുന്നു. ആത്മാവായ ദൈവം മണ്ണ് കൊണ്ട് വരഞ്ഞ മനുഷ്യന്റെ മൂക്കിൽ അവിടുത്തെ ജീവശ്വാസം ഊതിയപ്പോൾ ആ ജീവശ്വാസത്തിന്റെ ഊത്തിനാൽ മനുഷ്യാത്മാവ് അവനിൽ രൂപപ്പെട്ടു. സ്തോത്രം. ശ്രദ്ധിക്കണേ, രൂപപ്പെട്ടു. ഹല്ലേലൂയ. മാത്രമല്ല, അപ്പോൾ ഈ അവനിൽ ഉൾപ്രവേശിച്ച ആത്മചൈതന്യം. സ്തോത്രം. തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നെങ്കിൽ വളരെ വിശദീകരിച്ചാൽ എന്റെ കൂടെ ഒന്ന് വന്നാട്ടെ. സ്തോത്രം. മനുഷ്യരിൽ ഉൾപ്രവേശിച്ച ദൈവിക ചൈതന്യം. സ്തോത്രം. ആ ദൈവിക ചൈതന്യത്താൽ ആത്മാവായ ദൈവവുമായുള്ള സംസർഗത്തിന് മനുഷ്യൻ അവിടെ പ്രാപ്തനായി. അവിടെ ദൈവത്തോടുള്ള സംസർഗം ആരംഭിച്ചു. അതാണ് മനുഷ്യാത്മാവ്. ഇവിടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. ആത്മാവായ ദൈവം തന്റെ ഒരു ഘടകം മനുഷ്യനകത്ത് അതുപോലെ എടുത്തു വെച്ചു എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അങ്ങനല്ല വേദോസ്തം പഠിപ്പിക്കുന്നത്. അങ്ങനാണെങ്കിൽ എങ്ങനെ മനുഷ്യനിൽ ഇരിക്കുന്നത് ദൈവമാണെന്ന് വരും. കേൾക്കുന്നുണ്ടോ? സ്തോത്രം. പക്ഷേ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ആ ജീവശ്വാസത്തിന്റെ ഊത്തിനാൽ മനുഷ്യാത്മാവ്
മനുഷ്യനിൽ സൃഷ്ടിക്കപ്പെടുകയായിരുന്നു. കേൾക്കുന്നുണ്ടേ? ജീവശ്വാസത്തിന്റെ ഊത്തിനാൽ മനുഷ്യാത്മാവ് മനുഷ്യനിൽ സൃഷ്ടിക്കപ്പെടുകയായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയാണ് മനുഷ്യാത്മാവ്. വേദപുസ്തകം പഠിക്കുമ്പോൾ 3 ആത്മാവുണ്ട്. 1 ദൈവാത്മാവ്, 2 മനുഷ്യാത്മാവ്, 3 ദുരാത്മാവ്. സ്തോത്രം. കേൾക്കുന്നുണ്ടല്ലോ? സ്തോത്രം. അങ്ങനെ മനുഷ്യനിൽ ജീവശ്വാസത്തിന്റെ ഊത്തിനാൽ സൃഷ്ടിക്കപ്പെട്ട, രൂപപ്പെട്ട, സ്തോത്രം, ആത്മാവിൽ ആത്മാവായ ദൈവത്തോട് സംസർഗമുണ്ടായി. ഹല്ലേലൂയ. അപ്പോൾ ആത്മാവിന് ഇങ്ങനെ നിർവചനം പറയാം: ദൈവത്തിൽ നിന്ന് വന്നതും, സ്തോത്രം, ദൈവവചനത്താൽ പോഷിപ്പിക്കപ്പെടുന്നതും, ദൈവത്തോടുള്ള സംസർഗത്തിന് മനുഷ്യനെ പ്രാപ്തനാക്കുന്നതും, സ്തോത്രം, മരിക്കുമ്പോൾ ദൈവ തിരുസന്നിധിയിൽ എത്തേണ്ടതുമാണ് മനുഷ്യനിലെ ആത്മാവ്. ഹല്ലേലൂയ. മനുഷ്യന് ആത്മാവായി ദൈവത്തോടുള്ള സംസർഗത്തിലുള്ള പ്രാപ്തി ഉണ്ടാകുന്നത് മനുഷ്യാത്മാവിലാണ്. സ്തോത്രം. മനസ്സിലാക്കി വിശ്വസിക്കുന്നു. അങ്ങനെ ഈ ആത്മാവിന്റെ പോഷണമാണ് വചനം, വചനം, വചനം. സ്തോത്രം. നോക്കണേ, കർത്താവ് തന്നെ പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. അപ്പം കൊണ്ട് ജീവിക്കുന്ന ഒരു ശരീരമുണ്ട്, വചനം കൊണ്ട് ജീവിക്കുന്ന ഒരു ആത്മാവുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നോക്കണേ, ഈ ആത്മാവ് ദൈവത്തോടുള്ള സംസർഗത്തിന് മനുഷ്യനെ പ്രാപ്തനാക്കുന്നു. So the body makes man world conscious and the spirit makes man God conscious. സ്തോത്രം. Now what about the third one? സ്തോത്രം. അടുത്ത ദേഹി. ദേഹി, ശ്രദ്ധിച്ച്, സ്വയബോധം തരുന്ന ഘടകമാണ് ദേഹി. സ്തോത്രം. വ്യക്തമാക്കാം. മനുഷ്യന്റെ വിചാരം, വികാരം, ഇച്ഛാശക്തി, മനസാക്ഷി, ഇങ്ങനെ 4 ഘടകങ്ങളാണ്. ശ്രദ്ധിക്കണേ. വിചാരം, വികാരം, ഇച്ഛാശക്തി, മനസാക്ഷി. ഈ 4 ഘടകങ്ങൾ കൊണ്ട് രൂപപ്പെട്ടതും സ്വയബോധം തരുന്നതുമായ ഘടകമാണ് ദേഹി. സ്തോത്രം. ഞാനിപ്പോ ഇവിടെ നിൽക്കുമ്പോൾ, ശ്രദ്ധിച്ചേ, ഞാനിവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്കറിയാം എന്റെ പേര് തോമസ് എന്നാണ്. ഞാൻ ദോഹ ചർച്ചിൽ നിന്നുകൊണ്ട് ഇന്ന വിഷയം ക്ലാസ് എടുക്കുന്നു. ഇതിന്റെ സംഘാടകരായ ദേവദാസൻ എന്നോടൊരു സമയപരിധി പറഞ്ഞിട്ടുണ്ട്. ഇത്ര സമയമായെന്ന് എനിക്കറിയാം, ഇന്ന സമയം വരെ എനിക്ക് പോകാമെന്ന് എനിക്കറിയാം. സ്തോത്രം. അതിനെ സംബന്ധിച്ച് എന്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ട്. മനസ്സിലായല്ലോ? എനിക്കൊരു സ്വയം ബോധമുണ്ട്. ഞാൻ എവിടാണ്, എന്താണ്, ആരാണെന്ന് എനിക്ക് നല്ല ബോധമുണ്ട്. നിങ്ങൾക്കറിയാം ആരാ, എന്താ, എവിടാ. നിങ്ങൾക്ക് നല്ല സ്വയം ബോധമുണ്ട്. ആ സ്വയബോധം നിങ്ങൾക്ക് തരുന്ന ഘടകമാണ് ദേഹി. ആ ദേഹിയിൽ ചിന്തയുണ്ട്, വികാരമുണ്ട്, ഇമോഷനുണ്ട്, തോട്ട് ആൻഡ് ഇമോഷൻ ഉണ്ട്, വിചാരം, വികാരം. സ്തോത്രം. മൈൻഡ് ആൻഡ് ഹാർട്ട് ഇതുണ്ട്. പിന്നെ ഇച്ഛാശക്തി, തീരുമാനമെടുക്കാനുള്ള കഴിവുണ്ട്. സ്തോത്രം. അടുത്തത് മനസാക്ഷി, ശരിയാ തെറ്റാ, ശരിയാ തെറ്റാ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഈ 4 കൂടെ കൂടിയ ഘടകമാണ് ദേഹി, സ്വയബോധം. മനസ്സിലാവുന്നു വിശ്വസിക്കുന്നു. സ്തോത്രം. ശ്രദ്ധിച്ച്, അപ്പോൾ ശരീരം കൊണ്ട് ലോകത്തെ അറിയുന്നു, ആത്മാവ് കൊണ്ട് ദൈവത്തെ അറിയുന്നു, ദേഹി കൊണ്ട് അവനവനെ അറിയുന്നു. സ്തോത്രം. നോക്കണേ, മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പ് ഈ 3 ഘടകങ്ങളും സജീവമായിരുന്നു. എന്നാൽ കേൾക്കണേ, മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ഈ 3 ഘടകങ്ങൾക്കും തകരാറുണ്ടായി. 3 ഘടകങ്ങൾക്കും തകരാറുണ്ടായി. ശരീരത്തിന് എന്ത് പറ്റി? ബലഹീനമായി പോയി. ശരീരം ബലഹീനമായി. നോക്കണേ, ശരീരത്തെ ചുറ്റിയിരുന്ന തേജസ് മനുഷ്യൻ നഷ്ടപ്പെട്ടു. സ്തോത്രം. ദൈവം തന്റെ സ്വരൂപത്തിനും സാദൃശ്യത്തിനും മനുഷ്യൻ സൃഷ്ടിച്ചു. ഒരു വ്യത്യാസവും പാപം ചെയ്തപ്പോൾ ദൈവ തേജസ് വേറെ വസ്ത്രം വേണ്ടായിരുന്നു. സ്തോത്രം. പ്രകാശം വസ്ത്രമായിട്ട് മനുഷ്യൻ ചുറ്റിയിരിക്കുകയായിരുന്നു. ഒരു ബൾബ് കത്തി നിൽക്കുമ്പോൾ അതിനകത്തെ കമ്പി നമുക്ക് കാണാൻ മേല. വെളിച്ചം മറയാ, വെളിച്ചം അതിന് ആവരണമാ. ഇതുപോലെ മനുഷ്യനെ പ്രകാശം ചുറ്റി മനുഷ്യന് വസ്ത്രമായിരുന്നു.
സ്തോത്രം. നോക്കണേ, അപ്രകാശം നഷ്ടപ്പെട്ടു, നഗ്നനെന്ന് കണ്ടു, അത്തിയില പറിച്ചു, ആരെയാളെ ഉണ്ടാക്കി നാളെ മറയ്ക്കാൻ. മനുഷ്യന് ദേശം നഷ്ടപ്പെട്ടു, മനുഷ്യന് ഗതികേടിലായി. ഒരുത്തൻ കറുത്തു, ഒരുത്തൻ മഞ്ഞളിച്ചു, ഒരുത്തൻ വേളറി. മനസ്സിലായില്ലേ? ഓരോ പരുവത്തിലായി, ചുമച്ചും കൊരച്ചും അസുഖം പിടിച്ചും. ഒരുത്തൻ 5.5 അടി, ഒരുത്തൻ 6 അടി, ഒരുത്തന് 4.5 അടി എന്ന് വേണ്ട, എല്ലാവരും പരുവത്തിനൊക്കെ നമ്മളിങ്ങനെയൊക്കെയാണ്. ശരീരം ബലഹീനമായി, ശരീരം ബലഹീനമായി. കേട്ടേ, സ്തോത്രം. എന്നിട്ട് ദേഹിക്കെന്തു പറ്റി? ദേഹി വഷളായി. ഞാൻ 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 എനിക്ക് എന്റെ, അതല്ലേ? ഞാൻ ഞാൻ ഞാൻ. ആത്മാവിന് എന്തു പറ്റി? ആത്മാവ് നിർജീവമായി, ചത്തുപോയി. ആത്മാവ് ചത്തുപോയി. ദൈവത്തോട് സംസർഗം പുലർത്തുവാൻ മനുഷ്യനെ പ്രാപ്തനാക്കിയിരുന്ന ആത്മാവ് നിർജീവമായി പോയി. അതുകൊണ്ട് ദൈവത്തോടുള്ള സംസർഗം നഷ്ടപ്പെട്ടു പോയി. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ദൈവത്തോട് സംസർഗമില്ല. ചോദിക്കുന്നു, ദൈവം എന്ത് ചെയ്തു കാണിച്ചു തരാമോ? ദൈവമില്ല അങ്ങോട്ടല്ല. കണ്ണ് പൊട്ടിയവന് വെളിച്ചം കാണിക്കാൻ ഒക്കുകയില്ല. കണ്ണുണ്ട്, വട്ടുപോലെ അവിടെ ഉണ്ട്, ബട്ട് ഇറ്റ് ഹാസ് നോ, അതിനകത്ത് അത് വർക്ക് ചെയ്യുന്നില്ല. നട്ടുച്ച വേനത്തോടെ വിളിച്ചോളൂ, നീ നട്ടുച്ച നല്ല സൂര്യപ്രകാശത്തിന്റെ ശക്തിയിൽ നിൽക്കുക എന്ന് പറയുമ്പോ അവൻ വിചാരിക്കുന്നത് ചൂട് ചൂട്. ഇത് ചൂടാണ്, ഇത് വെളിച്ചമല്ല. കണ്ണില്ലാത്തവന് വെളിച്ചമില്ല. ഇതുപോലെ ആത്മാവിൽ ചൈതന്യമില്ലാത്തവന് ദൈവത്തോട് ബന്ധമില്ല. നിർജീവമായ ആത്മാവോട് ഇരിക്കുന്നത് കൊണ്ട് അവൻ പറയാം ദൈവം ഉണ്ടായിരിക്കും, പക്ഷെ ഞാനിതായിട്ട് നമ്മളെപ്പടി ബന്ധമൊന്നുമില്ല. അതുകൊണ്ടാണ് അങ്ങനെയുള്ളവൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ എന്ന് പറഞ്ഞൊരു സങ്കല്പത്തിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അയ്യോ, നിങ്ങളുടെ ആത്മാവ് നിർജീവമായിരിക്കുന്നെന്ന് പറഞ്ഞാൽ സ്തോത്രം, നിങ്ങളതിനെ എന്താ ഗൗരവമായി എടുക്കാത്തത്? മനസ്സിലാകുന്നുണ്ടോ? മനുഷ്യരുടെ ഏറ്റവും പ്രധാന ഘടകമാണ് ആത്മാവ്. ആത്മാവ് നിർജീവമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനെ ഗൗരവമായി എടുക്കണ്ടേ? ഒരു ചെറിയ അസ്വസ്ഥതയൊക്കെ ഉണ്ട്. അപ്പം പോയി ഒരു ചെക്കപ്പ് ചെയ്ത് പറഞ്ഞൊരു വിശദമായ ഇൻവെസ്റ്റിഗേഷൻ വേണമെന്ന് പറഞ്ഞു. 2-3 ദിവസത്തെ ഡീറ്റെയിൽ ഇൻവെസ്റ്റിഗേഷൻ, എല്ലാവിധ ടെസ്റ്റും ചെയ്തു. എല്ലാവിധ ടെസ്റ്റും ചെയ്തപ്പം അവസാനം പറഞ്ഞു, എന്താ പറഞ്ഞ ഡോക്ടർ പറഞ്ഞു, കാര്യം ഇച്ചിരി ഗൗരവമാണ്. Both your kidneys are almost failing. 99% gone. നിങ്ങൾ എന്തോ ചെയ്യും? അത്രേ ഉള്ളല്ലോ ഡോക്ടറെ. അത്രേ ഉള്ള. അതെ, ഞങ്ങള് ഒരു ക്രൂസ് ലൈൻ റിക്കോളി ട്രിപ്പ് പോകാനെല്ലാം ബുക്ക് ചെയ്തിരിക്കുക. എന്റെ കൂടെ ഞങ്ങള് ഒരു യൂറോപ്യൻ ടൂറിന് വേണ്ടി എല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ട്. കുഞ്ഞുങ്ങളും എല്ലാവരും ഞങ്ങൾ സ്വന്തമായിട്ട് വന്നത്. അതെ, എത്ര നാൾ എടുക്കും? അത് ഒരു 45 ദിവസം പോയിട്ട് വന്നിട്ട് പറയുമോ എന്തോ എക്സ്കർഷൻ എന്തോ പേ ചെയ്താലും എവരിതിങ് ക്യാൻസൽ. ദിസ് ഈസ് സംതിങ് സീരിയസ്. ഈ കിഡ്നിക്ക് തകരാറുണ്ടായാൽ കുറച്ച് നാളത്തെ മീൻസ് 10 കൊല്ലം കൂടെ ജീവിച്ചിരിക്കേണ്ടത് 5 കൊല്ലമായി 2 കൊല്ലമായി കുറവല്ലേ ഉള്ളൂ. കേൾക്കുന്നുണ്ടോ? പക്ഷെ നിങ്ങൾ അതിനെ അത്ര ഗൗരവമായിരുന്നു. നിങ്ങളുടെ നിത്യാത്മാവ് നിർജീവമായിരിക്കുന്നുള്ള ബോധം പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ തന്നെ. നിങ്ങൾ അതിനുവേണ്ടി എന്ത് ചെയ്ത സഹോദരങ്ങളെ? ഏറ്റവും ഗൗരവമായി എടുക്കണമല്ലേ? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ദൈവത്തോടുള്ള സജീവമായ വ്യക്തി ബന്ധം, ദൈവത്തോടുള്ള സജീവമായ ഊഷ്മളമായ വ്യക്തിബന്ധം, അത് നിങ്ങൾ അനുഭവിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വളരെ ഗൗരവമായ ഒരു പ്രതിസന്ധിയിലാണെന്ന് മറക്കരുത്. എന്തുകൊണ്ട് ഞാനതിന്
have to revive the spirit. ആത്മാവിൽ നിനക്ക് ചൈതന്യം. കർത്താവേ, നിർജീവമായ എന്റെ അന്തരാത്മാവിനെ ചൈതന്യപ്പെടുത്തുന്നു. അതിക്രമങ്ങളിലും പാപങ്ങളിലും ജഡത്തിന്റെ മോഹങ്ങളിലും ലൗകികതയിലും ഭൗമിക വിഷയമോഹങ്ങളിലും കുടുങ്ങി തിരുമേനിൽ നന്യപ്പെട്ടിരിക്കുന്ന എന്റെ അന്തരാത്മാവിൽ അങ്ങ് രൂപാന്തരം അയക്കുന്നു. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തോടുള്ള വ്യക്തിബന്ധം അനുഭവിക്കുന്നത് വരെ നിനക്ക് മുഴുവനും സ്വൈര്യമായി ഉറങ്ങുവാൻ അനുവാദം. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസമൊന്നിനും ഉപകരിക്കുന്നില്ല. സ്തോത്രം. ചൈതന്യപ്പെടുത്തുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. സ്തോത്രം. ഈവൻ രോഗസൗഖ്യത്തെക്കാൾ പ്രധാനം ആത്മാവിന്റെ ചൈതന്യവൽക്കരണമാണ്. ഒന്നാമത്തെ മരണം ആത്മീയ മരണമാണ്. ദൈവത്തിൽ നന്യപ്പെട്ടിരിക്കുന്നു. പ്രവാചകൻ പറയുന്നുണ്ട്, സ്തോത്രം, സ്തോത്രം, അവർ എന്റെ അകൽച്ച അറിയും. ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം അവന് ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് രോഗമല്ല, വീസ പോകുന്നതല്ല, ജോലി പോകുന്നതല്ല. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ഇവൻ മരണം പോലുമല്ല. അവനുണ്ടാകാവുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നന്യപ്പെട്ടു പോവുകയാണ്. സ്തോത്രം. വല്ലഭത്വത്തോടുള്ള അവന്റെ സന്നിധാനം വിട്ടകന്ന് നിത്യനാശമെന്ന ശിക്ഷാവിധിയുടെ ആദ്യത്തെ ചുവടാണ് ആത്മീയ മരണം. യേശുക്രിസ്തു ഇവിടെ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ജീവൻ ഉണ്ടാകുവാനും കർത്താവ് വന്നത് എല്ലാ രോഗികളെയും സൗഖ്യമാക്കാനല്ല. കർത്താവ് വന്നത് എല്ലാ പട്ടിണിക്കാർക്ക് ഭക്ഷണം കൊടുക്കാനല്ല. കർത്താവ് വന്നത് പലസ്തീൻ നാട് രാഷ്ട്രീയ സ്വാതന്ത്ര്യം കൊടുക്കാനായിരുന്നില്ല. കർത്താവ് ഇവിടെ വന്നത് സമൃദ്ധിയോ ജീവൻ നിത്യ ജീവൻ തരുവാനാണ്, നിത്യമായ കൂട്ടായ്മ തരുവാനാണ്. ലോകത്തിലെ സകല ബന്ധങ്ങളും ലോകം കൊണ്ട് തീരുന്നതാണ്. സകല ബന്ധങ്ങളും. നമ്മൾ പറഞ്ഞല്ലോ, മരണം വേർപാടാണ്. മരണം വേർപാടാണെങ്കിൽ ജീവൻ കൂട്ടായ്മയാണ്. യേശു ക്രിസ്തുവിൽ നമുക്ക് നിത്യജീവനോട് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? യേശു ക്രിസ്തുവിൽ, സ്തോത്രം, നിത്യമായ കൂട്ടായ്മ ബന്ധമുണ്ടെന്നാണ്. ഒരിക്കലും ചാകാതിരിക്കുമെന്നല്ല, നിത്യമായ കൂട്ടായ്മ ബന്ധം യേശു ക്രിസ്തു ഞാൻ അനുഭവിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ലോകത്തിലെ സകല ബന്ധങ്ങളും സ്തോത്രം ഇവിടെ കൊടുത്തിരുന്ന നമ്മൾ പണ്ടൊക്കെ പാടുന്ന പാട്ടുണ്ട്. അങ്ങനെയുള്ള പാട്ടുകളും കൂടെ ഒക്കെ ഇടയ്ക്ക് പാടുന്ന സഹോദരങ്ങളെ, സ്തോത്രം. നിത്യതയോളവും സത്യ കൂട്ടാളിയായി ക്രിസ്തനല്ലാതെ മൃത്യുവിനാ മാറുമെത്ര വിചിത്രമായാലും സ്തോത്രം. എനിക്ക് പാടാൻ അറിയാമല്ല, എന്നാൽ ഞാനിടയ്ക്ക് ഇങ്ങനെ പാടി സന്തോഷിക്കാം, പറഞ്ഞ് സന്തോഷിക്കാം. നിത്യതയോളും സത്യ ക്രിസ്തനല്ലാതെ ഇല്ലാരും. സ്തോത്രം. എത്ര മിത്രമായാലും മൃത്യുവിനാൽ മാറിപ്പോകും. ആ യേശു ക്രിസ്തുവിനെ അനുഭവിക്കുന്ന നിത്യമായ കൂട്ടായ്മ ബന്ധമാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. ഇതാണ് ആത്മീയ മരണത്തിൽ നിന്നുള്ള ഉയിർത്തെഴുന്നേൽപ്പ്. ഈ ആത്മീയ മരണത്തിൽ നിന്നുള്ള ഉയിർത്തെഴുന്നേൽപ്പ് നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ശാരീരിക മരണത്തെ നമ്മൾ പേടിക്കാനില്ല. അങ്ങനെയുള്ളവരാണ് ശാരീരിക മരണത്തെ വെല്ലുവിളിക്കുന്നത്. മരണമേ, മരണമേ, വിഷമുള്ളവരുടെ സ്തോത്രം. ഇങ്ങനെ ആത്മീയമായ, സ്തോത്രം, സജീവ ബന്ധത്തിൽ ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ പ്രവേശിച്ച ഒരുവന് മരണഭീതിയിൽ നിന്ന് മോചനമായി. ഇതാണ് നമ്മൾ ആദ്യം വായിച്ച വാക്യം. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി
ജഡത്തിൽ ഇവിടെ വന്നു. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു. മരണഭീതിയിൽ നിന്ന് വിടുതലുണ്ടായിട്ടില്ലെങ്കിൽ മറ്റേത് വിടുതലുണ്ടായാലും സ്തോത്രം അത് സന്തോഷിക്കാനും മാത്രമുള്ളതല്ല. എല്ലാവരും എന്റെ കൂടെ ഉണ്ട്. വിടുതൽ കിട്ടി, കൊള്ളാം, സന്തോഷിക്കുന്നു. പക്ഷേ അതിനേക്കാൾ വലിയ സന്തോഷം മരണഭീതിയിൽ നിന്ന് ഞാൻ വിടുവിക്കപ്പെട്ടിരിക്കുന്നു. എങ്ങനെ എന്റെ മരണം നീങ്ങി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവിനോട് പ്രാപിച്ചിരിക്കുന്ന പദവി എത്ര വലുതാണെന്നറിയാമോ? ഹല്ലേലൂയ. ഇവിടുത്തെ വമ്പന്മാർ മരണമെന്ന് കേട്ടാൽ വെരുളുന്നത് കാണാൻ ദൈവത്തിലാകട്ടെ അവൻ സന്തോഷിക്കുകയാണ്. അതെ, സ്തോത്രം. ഞാൻ പറഞ്ഞത് വ്യക്തമായി ഇതിൽ വിശ്വസിക്കുന്നു. വീണ്ടും ജന്മം പ്രാപിക്കുക, ആദ്യ മരണത്തിൽ നിന്ന് നിങ്ങൾക്ക് മോചനമുണ്ടാകുക. സ്തോത്രം. ആ മോചനമുണ്ടായവന് മരണഭീതിയിൽ നിന്ന് സ്വാതന്ത്ര്യമായി. അവൻ ഇത് ഒരിക്കലും എനിക്കാരുമില്ല എന്ന് പരിതപിക്കുകയില്ല. എല്ലാവരും എന്റെ കൂടെ ഉണ്ടോ? ഒത്തിരി പേര് പറയുന്നത് എനിക്ക് ആരുമില്ല. സ്തോത്രം. ആരുമില്ലെന്ന് പരിതപിക്കുക. എനിക്ക് എന്റെ കർത്താവ്. ബഹുമാനപ്പെട്ട ഗാനവച്ചൻ ഒരിക്കൽ പറഞ്ഞു, ഒരു അപകടത്തിൽപ്പെട്ട ഭർത്താവ് പെട്ടെന്ന് ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയി. ആ സഹോദരിയെ ആശ്വസിപ്പിക്കാനാകുന്നത് ഓരോ പാടുപെട്ടു. പക്ഷേ ആദ്യം ബോധം കെട്ട് കിടന്നു. പിന്നെ ബോധം വന്നപ്പോൾ ഭയങ്കര കരച്ചിൽ, സഹിക്കാൻ വരാതെ വാവിട്ടെന്ന് ഭയങ്കര കലറിക്കരയുകയാണ്. ആ സമയം ശുശ്രൂഷിക്കുന്ന മാസ്റ്റർ ഭാര്യ ആ സഹോദരിയുടെ അടുത്തിരുന്നു. ഇങ്ങനെ ചുറ്റിപ്പിടിച്ചോ, സിസ്റ്ററെ എനിക്കാരുമില്ലേ, എനിക്കാരുമില്ലേ എന്ന് പറഞ്ഞു. ആരുമില്ലെന്ന് പറയാം, എനിക്ക് കർത്താവുണ്ടെന്ന് പറ, എനിക്ക് കർത്താവുണ്ടെന്ന് പറ, എനിക്ക് കർത്താവുണ്ടെന്ന് പറ എന്ന് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുമ്പോൾ ആ സഹോദരി നിർബന്ധം, അയ്യോ എനിക്ക് എന്റെ ദൈവമേ ഉള്ളേ, എനിക്ക് ദൈവമേ ഉള്ളേ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ആരുമില്ലേ, എനിക്ക് ദൈവമേ ഉള്ളേ. കർത്താവ് പറഞ്ഞോ പറഞ്ഞൊരു കേട്ടാ ആകെ കൂടി ഒരാളുണ്ട്, അങ്ങനെ ഒന്നിനും കൊള്ളത്തില്ല. എനിക്കെന്റെ കർത്താവുണ്ടെന്ന് പറയാൻ കഴിയണം. ആരൊക്കെ കൈവിട്ടാലും, ആരൊക്കെ വേർപെട്ട് പോയാലും, ആരൊക്കെ മാറിപ്പോയാലും മാറാത്ത ഒരുവനും. എങ്ങനെയത് സാധിച്ചു? സ്തോത്രം. വീണ്ടും ജനിച്ചു. വീണ്ടും ജനിച്ചിരിക്കുന്നു. എനിക്ക് സ്വർഗീയ പൗരത്വം ലഭിച്ചിരിക്കുന്നു. എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ആത്മാവിൽ ചൈതന്യപ്പെട്ടിരിക്കുന്നു. ആത്മാവിൽ ചൈതന്യപ്പെട്ട് കഴിഞ്ഞാൽ സ്തോത്രം പ്രിയമുള്ളവരെ, ആത്മാവിന്റെ ഭക്ഷണമായ വചനത്തിൽ അവനൊരു സന്തോഷം ഉണ്ടാകും. ഞാൻ ആദ്യം കൂടെ പറഞ്ഞല്ലോ, ആത്മാവചനത്തിൽ സന്തോഷിക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ വചനത്തിൽ സന്തോഷിക്കണമെങ്കിൽ എന്ത് വേണമെന്ന് അറിയാമോ? ആദ്യം സ്തോത്രം ആത്മാവിൽ ചൈതന്യം ഉണ്ടാകണം. സ്തോത്രം. ആരോഗ്യമുള്ളവർക്ക് ഭക്ഷണം ആവശ്യമുള്ളൂ. ശരിയല്ലയോ? ശരിയല്ലയോ? സ്തോത്രം. വിശപ്പില്ലായ്മ, വിശപ്പില്ലായ്മ, വിശപ്പില്ലായ്മ എന്ന് പറഞ്ഞാൽ ആരോഗ്യമില്ല. സ്തോത്രം, സ്തോത്രം. പ്രിയ ദൈവമക്കളെ, വചനത്തോടുള്ള പ്രതിപത്തി നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? സ്തോത്രം. ഇന്ന് പലപ്പോഴും പല സഭകളിലും കേൾക്കണേ, ചില സഭ ഈ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളോടൊക്കെ ചെറുപ്പക്കാരുടെ എനിക്ക് വലിയ ലോഹ്യം കൂടി വർത്താനം പറഞ്ഞൊക്കെ ഇഷ്ടമാണ്. ഇപ്പം അവസാനം പറഞ്ഞു പറയും, അതെ ഈ സങ്കീർത്തനം വായന വരെയൊക്കെ വലിയ എങ്ങനെ പിടിച്ചു നിൽക്കാം മനസ്സിലാക്കും. സങ്കീർത്തനം വായന വരെ ആ പാട്ടും അത് കഴിയുമ്പോ പിന്നെ അങ്ങോട്ട് വയ്യ. ഈ അടുത്ത സമയത്ത് വല്യപ്പച്ചനെയും കൊണ്ട് അപ്പനും അമ്മയും വിദേശത്താണ്. വല്യപ്പച്ചനും വല്യപ്പച്ചനും കൊണ്ട് വണ്ടിയെ കൊണ്ടുവന്ന് പഴയ സഭാ ഹോളി വിട്ടേച്ച് പിള്ളേർ രണ്ടുപേരും കൂടെ പട്ടണത്തിലുള്ള ഒരു ബഹളം സഭയിലേക്ക് പോവുകയാണ്. ഒരു ബഹളം കൂട്ടത്തിലേക്ക് പോകുന്നു. ബഹളം കൂട്ടത്തിലേക്ക് പോകുമ്പോൾ ദൈവദാസ് പ്രാവശ്യം പറഞ്ഞു, ഒരു ദിവസം ഞാൻ പറഞ്ഞ കാര്യമായി പറയും. അത് കഴിയുമ്പോൾ അപ്പൊ അടുത്തു നിന്ന് വേറൊരാള് പിള്ളേരുടെ തമാശ രീതി പറഞ്ഞു, അത് കഴിയുമ്പോൾ ഞങ്ങളുടെ പാസ്റ്റർ എന്നുണ്ട് ഉച്ചയ്ക്ക് നിശ്ചയിപ്പിക്കുന്ന സംഹാരമായിട്ട് കഴിഞ്ഞു. ഞാൻ ആ കുഞ്ഞുങ്ങളെ കുറ്റം പറയത്തില്ല, എന്താ പറ്റുന്നത്? സ്തോത്രം.
അവന്റെ ആത്മാവിൽ അവൻ വിചരിച്ചിട്ടില്ല. അവന്റെ വചനം അവന് പ്രിയപ്പെടുന്നില്ല, അവന് വചനം രുചിക്കുന്നില്ല. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയ സഹോദരങ്ങളിൽ ആരെങ്കിലും സ്തോത്രം, നിന്റെ വചനത്തിൽ നിന്ന് സന്തോഷിക്കുന്നത് ഭക്തന്മാർ പറഞ്ഞ അനുഭവം ജീവിതത്തിൽ ഇല്ല. നിങ്ങൾ ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നു, കർത്താവിൽ അങ്ങയുടെ ആത്മാവിനാൽ എന്റെ അന്തരാത്മാവിൽ ചൈതന്യം പറഞ്ഞു, അങ്ങയോടുള്ള ബന്ധം എന്റെ ജീവിതത്തിൽ ആരംഭിക്കണം. ലോകത്തിൽ ഞാൻ ഒറ്റയ്ക്കാണുള്ള ചിന്ത പലപ്പോഴും എന്നെ ഭരിച്ചിട്ടുണ്ട് കർത്താവ്. ആരും എന്നെ മനസ്സിലാക്കുന്നില്ല, ഞാൻ പരിതപിച്ചിട്ടുണ്ട് കർത്താവ്. അങ്ങ് എന്നോട് കൂടി ഉണ്ടെന്നുള്ള ഉറപ്പ് എന്റെ ജീവിതത്തിൽ. അങ്ങയുടെ സഖിത്വത്തിന്റെ സന്തോഷം, ഈ സമയത്തിലൊക്കെ ചില വാക്കുകൾ വായിച്ചിട്ട് സന്തോഷിക്കാറുണ്ട്. നമുക്ക് സന്തോഷം, നിന്റെ സന്നിധിയിൽ സന്തോഷം, നിന്റെ വലതുഭാഗത്തൊന്നും. പിന്നെ പറയും യഹോവയുടെ സഖിത്വം എന്റെ ഭക്തന്മാർ. ആത്മീയ മരണത്തിൽ നിന്നുള്ള മോചനമാണ്. നേരെ പോയല്ലോ, എന്റെ വാക്കുകൾ സ്വീകരിച്ചോട്ടെ. കർത്താവ് ചോദിച്ചാൽ സ്തോത്രം. നാളെ രണ്ടാമത്തെ മരണത്തെ കുറിച്ച് തിരുവെഴുത്തിൽ പഠിപ്പിക്കുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. ശാരീരിക മരണം, സ്തോത്രം. അതിനെക്കുറിച്ച് എന്താ തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത് നമുക്ക് ചിന്തിക്കാം. സ്തോത്രം ആട്ടെ, അതിനേക്കാൾ പ്രധാനം ഞാൻ പറഞ്ഞ ഈ വിഷയമാണ്. എന്റെ ആത്മീയ മരണം സ്തോത്രം, ഞാൻ നിത്യജീവനിലേക്ക് കടന്നിരിക്കുന്നു. സ്തോത്രം, അതിക്രമങ്ങളാലും പാപങ്ങളാലുമാണ് ഞാൻ മരിച്ചത്. ഞാൻ ആ ഭാഗം ഞാൻ വിശദീകരിക്കുന്നില്ല, സമയം പോയല്ലോ. സ്തോത്രം. പ്രിയമുള്ള, എന്തുകൊണ്ടാണ് ഈ മരണം എന്നിൽ കടന്നത്? അതിക്രമങ്ങളും പാപങ്ങളും. സ്തോത്രം, അതിക്രമങ്ങൾക്കും പാപങ്ങൾക്കും പരിഹാരം ഉണ്ടായാൽ സ്തോത്രം, ഹല്ലേലൂയ, അതിനുള്ള മോചനം നമുക്ക് പ്രാപിക്കുവാൻ ഇവിടെയാണ് യേശുക്രിസ്തുവിന്റെ കാൽവറി ബലി. ഹല്ലേലൂയ, നമ്മളുടെ വീണ്ടെടുപ്പിനായി നമുക്ക് ജീവൻ തരുവാനായി. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, ദൈവം ഒരുക്കിയിരിക്കുന്നതാണ്. യേശു പറയുന്നു, സ്തോത്രം, ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. അവന്റെ ജീവൻ നമുക്ക് പകരം ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ, അവന്റെ ജീവനിൽ ജീവൻ പ്രാപിച്ചു, നിത്യജീവൻ പ്രാപിച്ചിരിക്കുന്നു. നമുക്കെന്ന് സന്തോഷിക്കാൻ വകയുണ്ട്. ഒരു ദൈവമായി എപ്പോഴും ഹല്ലേലൂയ സന്തോഷത്തോടെ, മുഖത്തൊരു പുഞ്ചിരിയോടെ, സ്തോത്രം, ആധരങ്ങളിൽ ഒരു സ്തുതിയുടെയും സ്തോത്രത്തിന്റെയും സ്തോത്രം, ഹല്ലേലൂയ, ആ ആനന്ദത്തോടെ, ഹല്ലേലൂയ, ഉത്സാഹത്തോടെ, അന്തരംഗം നിറച്ചു ആനന്ദത്തോടെ, പ്രത്യാശയോടെ ജീവിക്കാൻ കഴിയും. ഏത് പ്രതിസന്ധിയിലും എനിക്ക് സ്തോത്രം, എനിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. ലോകം മുഴുവൻ എന്നെ കുറിച്ചു നോക്കിക്കൊള്ളട്ടെ. സ്തോത്രം, പുഞ്ചിരിക്കുന്ന കർത്താവിന്റെ തിരുമുഖം എന്റെ അന്തരംഗത്തിൽ ആശ്വാസമായിരിക്കുകയാണ്. ദൈവത്തോടുള്ള കൂട്ടായ്മ ബന്ധം നമ്മുടെ ജീവിതത്തിന് ഹരവും സന്തോഷവുമായിരിക്കട്ടെ. സ്തോത്രം, അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ.